ഇനി വയുസന്നുലിൽ മുസല്ലി ഫർലൻ, ഫർള് നിസ്കരിക്കുന്ന ആളിനെ സുന്നത്ത്, നിസ്കരിച്ച ആളിന് സുന്നത്താണ്. അങ്ങനെ മടക്കൽ യാദത്ത് സുന്നത്താന്നാണല്ലോ പറയുന്നത്. അപ്പോൾ പറഞ്ഞ് നിസ്കരിച്ച ആള് ഈ ആദത്തു ഹാമ ജമാഅത്തിന് യുദിരിക്കുഹാന. അപ്പോൾ ഫർളെങ്ങനെ, ഏത് ഫർള നിസ്കരിച്ച? പിന്നെ മുവദ്ദ അദാ ആയിട്ട് നിസ്കരിച്ച ആളാ, ഖളായിട്ട് നിസ്കരിച്ചല്ല. ഗൈറൽ മൻസൂറത്തി, ഫർള് എന്ന് പറയുമ്പോൾ എന്താ, സുന്നത്ത് നിസ്കാരവും പെടുമല്ലോ അതിൽ, അല്ല നേർച്ച നേർന്ന നിസ്കാരവും പെടുമല്ലോ, ആ ഫർളല്ലാന്ന്. അതാ ഗൈറൽ മൻസൂറത്തി ലിമാ റഫീഹ. കാരണം മൻസൂറത്ത് എല്ലാ അർത്ഥത്തിലും ഫർള് പോലെ അല്ല എന്ന് മുമ്പ് കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് അതാ പറഞ്ഞത്. പിന്നെ ഗൈറ സലാത്തുൽ ഖൗഫി എന്നപോലെ സലാത്തുൽ ഖൗഫ് അല്ല, ഔ ഷിദ്ദത്തിഹി അല്ലെ ഷിദ്ദത്തുൽ ഖൗഫിന്റെ നിസ്കാരമല്ല, കണ്ടുണ്ടല്ലോ. അലൽ ഔജഹി, അതും അല്ലാത്ത നിസ്കാരം ഫർള് അതാ ആയി നിസ്കരിച്ച ആളിന് സുന്നത്തുണ്ട്. അലി അന്നഹു ഇഹ്തമലൽ മുബ്തിലു ഫീഹ. കാരണം ഈ ഷിദ്ദത്തുൽ ഖൗഫ് അതുപോലെ സലാത്തുൽ ഖൗഫിലൊക്കെ എന്താണ്, അതിൽ പൊറുക്കപ്പെടും. ഇഹ്തമല അൽ മുബ്തിലു ഫീഹ, നിസ്കാരത്തിൽ പിന്നെ മുബുത്തിൽ പൊറുക്കപ്പെടും. അപ്പോൾ ലിൽ ഹാജത്തി, ആവശ്യത്തിന് വേണ്ടി, ഫലാ യുക്കററു, അപ്പോൾ ആ മുബുത്തിൽ ആവർത്തിക്കപ്പെടൂല. ആ എഹ്തിമാല്, ആ പൊറുക്കുക എന്നുള്ളത് ആവശ്യത്തിന് വേണ്ടി, ആവശ്യം കഴിഞ്ഞല്ലോ, അപ്പോൾ അത് പിന്നെ ആവർത്തിക്കപ്പെടൂല. പിന്നെ എഹ്തിമാലായിരിക്കും ഫലാ യുക്കററു എന്ന് പറഞ്ഞാൽ. ഓ ഗൈറ സലാത്തുൽ ജനാസത്തി എന്ന പോലെ ആ മയ്യത്ത് നിസ്കാരവും ഒഴികെ അതും മടക്കലില്ല. നഅം ലൗ അആദഹ സഹത്ത് വഖഅത്ത് നഫ്ലൻ കമാ ഫിൽ മജ്മൂഇ. ഇവിടെ നല്ലപോലെ മനസ്സിലാക്കേണ്ട സ്ഥല. ഫുഖഹാ പലതിനെ കുറിച്ചും എന്താണ് വഖഅ നഫ്ലൻ എന്ന് പറയും. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ലൗ ആദഹ, നിസ്കാരം മടക്കിയ, ജനാസ നിസ്കാരം മടക്കിയാൽ സഹിയാകും. വഖഅത്ത് നഫ്ലൻ, നഫിലിൻ്റെ കൂലിയും കിട്ടും എന്നാണ് വഖഅത്ത് നഫ്ലൻ എന്ന് പറഞ്ഞത്. സഹിയായതുകൊണ്ട് കൂലി കിട്ടിക്കോണമെന്നില്ലല്ലോ. അതിപ്പോൾ ഏതുപോലെ എന്ന് വെച്ചാൽ ജമാഅത്ത് സഹിയാവും, കൂലി കിട്ടാത്ത ഒരുപാട് രൂപ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് രണ്ടും പറഞ്ഞത്. മുത്തലക്ക് നഫലിൻ്റെ കൂലി കിട്ടുന്നർത്ഥം, മടക്കിയൻ്റെ കൂലി കിട്ടൂല. അതാ വഖഅത്ത് നഫൽ കമാ ഫിൽ മജ്മൂഇ. അപ്പോൾ ഈ വകഅന്ന വജ്ഹ ഖുറൂജിഹ അൻ നളാഇരിഹ, അപ്പോൾ ഈ ജനാസ നിസ്കാരം ഖാരിജായി. അൻ നളാഇരിഹ, അതിൻ്റെ നളായറിനെ തൊട്ട്. അതിൻ്റെ നളായർ എന്ന് പറഞ്ഞാൽ നേരത്തെ മടക്കൽ സുന്നത്തില്ല എന്ന് പറഞ്ഞല്ലോ. മൻസൂറത്ത് മടക്കൽ സുന്നത്തില്ല, സലാത്തുൽ ഖൗഫും ഷിദ്ദത്തുൽ ഖൗഫും ഒന്നും മടക്കൽ സുന്നത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് സുന്നത്തില്ല എന്ന് പറയുമ്പോൾ അത് മടക്കിയാൽ അത് മുന്നക്കിതല്ല എന്നാ. ജനാസസ്കാരോ മടക്കൽ സുന്നത്തില്ല എന്നറിയുകയും ചെയ്തു, അത് സഹീഹാണ്, ഒരു നഫ്ലു മുത്തലക്കിൻ്റെ കൂലിയും കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് നളായർ കൊണ്ട് ഉദ്ദേശിച്ചത് അതാണ്. ആ പറഞ്ഞ മൻസൂറത്തും എന്ന പോലെ സലാത്തുൽ ഖൗഫും ഷിദ്ദത്തുൽ ഖൗഫും ഒക്കെ. ഇത് എന്താണ്, അതിനെ തൊട്ട് ഇത് ഖാരിജായി ജനാസസ്കാരം. എന്താണ്, അന്നൽ ഇആദത്ത ഇദാലം തുത്ലബ് ലാ തന്നഖിദ്. പിന്നെ ഈ ആദത്ത് മടക്കല് അത് മത്ലൂബ് അല്ലെങ്കിൽ, ഇദാലം തുത്ലബ് മത്ലൂബ് അല്ലെങ്കിൽ ലാ തന്നഖിദു, ആ നിസ്കാരം മുന്നക്കിതാവൂല. അപ്പോൾ ഏതൊരു നിസ്കാരവും മടക്കൽ സുന്നത്തില്ല എന്നുണ്ടെങ്കിൽ ആ നിസ്കാരം മുന്നക്കിതല്ല, സഹിയല്ല, ബാത്തിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അന്നലിന് കാത എന്ന് പറഞ്ഞത് എന്താണ്, പിന്നെ എന്നതാണ് അതിൻ്റെ നളായറിൻ്റെ സ്വഭാവം. അപ്പം നളായറിൻ്റെ ബയാനാണ്. ഇതിനെ തൊട്ട് ഖാരിജായി എന്ന് പറഞ്ഞാൽ, നളായറിനെ തൊട്ട് ഖാരിജായി എന്ന് പറഞ്ഞാൽ നളായറിൻ്റെ എന്താണ് പറയുന്ന കായിദയിൽ നിന്ന് ഖാരിജായി എന്നാണ് പറഞ്ഞത്. അപ്പം കായിദത്തിന് നളായിരിഹ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ആ കായിദ ഏത് എന്നാണ് എന്ത് പറഞ്ഞത്, അന്നല്ലി ആദത്തെ ഇദാലം തുത്തലബിൽ ആ തന്നഖിദു എന്ന് പറഞ്ഞത്. അപ്പം മത്ലൂബ് അല്ലാത്തത് മുന്നഖിദല്ല എന്നർത്ഥം നിസ്കാരം മൊത്തം. പിന്നെ ഇവിടെ യാദത്ത് മത്ലൂബല്ല. അപ്പം അങ്ങനെ. അപ്പം അതെന്തുകൊണ്ടാണ് ഖാരിജായത്? കഅന്ന വജ്ഹ ഖുറൂജിഹ എന്നല്ലേ, വകഅന്ന വജ്ഹ ഖുറൂജിഹ അത്തൗസിഅത്തു ഫീ ഹുസൂലി നഫഇൽ മയ്യിത്തി, മയ്യിത്തിന് ഉപകാരം കിട്ടുക എന്നതിലൊന്ന് വിശാലാക്കിയതാ.
നിസ്കരിച്ചാൽ ആ നിസ്കാരം സഹിയാകുകയും ഇവന് ഒരു മുത്തലക്ക് നഫലിന്റെ കൂലിയും കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ആ മയ്യത്തിന് വേണ്ടി ദ്വാരക്കല്ലേ മയ്യത്ത് നിസ്കാരം എന്ന് പറയുന്നത്. അപ്പൊ മയ്യത്തിനൊരു ഉപകാരം കിട്ടിക്കോട്ടെ. എന്താണത് മയ്യത്തിന് ഉപകാരം കിട്ടുന്നതിൽ വിശാലാക്കാൻ കാരണം? ലഹ്തിയാജിഹി ലഹു, ആ മയ്യത്ത് ആവശ്യമുള്ള ആളാ. ലഹു ആ നഫ്ഇലേക്ക് ആവശ്യമുള്ള ആളാണ്. അക്സറമിൻ ഗൈരിഹി, എന്തിനേക്കാൾ കൂടുതലായിട്ട്? ആ മയ്യത്ത് അല്ലാത്ത ആളെക്കാൾ കൂടുതലായിട്ട്, ജീവിച്ചിരിക്കുന്നവരെക്കാൾ കൂടുതൽ മയ്യത്തിന് നഫ് ആവശ്യമുണ്ട് എന്നാ. അപ്പൊ അതുകൊണ്ട് വിശാലമാക്കി എന്നാ. പിന്നെ അപ്പൊ അതുകൊണ്ടാണ് ഈ മരിച്ചവർക്ക് എന്താണ് ഈസാലു സവാബ് നടത്തുന്നത്. ജീവിച്ചിരിക്കുന്നവർക്ക് യാസീനോ വാത്തിയൊക്കെ ഓതി ഹദിയയിൽ പാടില്ലാത്തതുകൊണ്ടല്ല, മരിച്ചവർക്ക് കൂടുതൽ ആവശ്യമുള്ളതുകൊണ്ടാ. പിന്നെ അപ്പൊ ഇവിടെ ആ കായിക വിശദീകരിച്ചിട്ട് പിന്നെ വക്കായത്ത് നഫ്ലൻ എന്ന് പറഞ്ഞെടുത്ത് ഷെർവാനി പറഞ്ഞ്, പിന്നെ യഹ്സുലു ലഹു സവാബുൻ നഫ്ലി വൈല്ലം യഹ്സുൽ ലഹു സവാബുൽ ഇആദത്തി എന്ന് പറഞ്ഞു. അതേ നേരത്തെ പറഞ്ഞ അന്നദായിരിഹ എന്ന് പറഞ്ഞെടുത്ത് നിഹായ പറഞ്ഞ സനനിൽ ഖിയാസി കണ്ടോ, ഖിയാസിന്റെ വഴിയെ തൊട്ട് ഖാരിജായി. അന്നൽ ഇആദത്ത അത്തൗസിയത്തു എന്ന് പറഞ്ഞ കാന്ന ഖബറു കാന്ന ഇബ്നു ഖാസിം ബയാൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്ന ഐ കാനത്തിൽ ഖായിദത്തു കുല്ലമാ കാനൽ ഇആദത്തു ഗൈറ മന്ദൂബത്തിൽ ലം തന്നഖിദ് വലൈസത്തിൽ വൽ ജനാസത്തു ലൈസത്ത് കദാലിക എന്ന് പറഞ്ഞു. ജനാസസ്കാരം എങ്ങനെയല്ല, ഇത് എന്താണ് മത്ലൂബ് അല്ലെങ്കിൽ മുന്നഖിദല്ല എന്നുള്ളത് മുമ്പും കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് മനസ്സിലാക്കേണ്ട സ്ഥലം എന്ന് പറയാൻ കാരണം ഈ പെണ്ണുങ്ങൾ മയ്യത്ത് നിസ്കരിച്ചാൽ എന്താണ് വക്കായത്ത് നഫ്ലൻ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിനെന്താക്കി ഫിഖ് ഒക്കെ കൂടുതൽ തിരിയുന്ന ആൾക്കാർ എന്ന് പറയുന്ന തഹ്കീഖിന്റെ ആൾക്കാർ എന്ന് പറയുന്നവർ പറയുന്ന പിന്നെ അത് സുന്നത്താണെന്ന് അറിയാലോ, മയ്യത്ത് നിസ്കാരം സുന്നത്താണെന്ന്. വക്കായത്ത് നഫ്ലൻ പിടിച്ചിട്ട് അത് വക്കായത്ത് നഫ്ലൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം തിരിയാത്തതുകൊണ്ട് ഇപ്പൊ ഇവിടെ പറഞ്ഞപ്പോൾ മനസ്സിലായല്ലോ. വക്കായത്ത് നഫ്ലൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് തന്നെ അവിടെയും എന്ത് കാരണം, അതായത് മയ്യത്തിന് എന്താണ് ഒരു ദുആ കിട്ടുകയല്ലേ, അതായിക്കോട്ടെ എന്ന് വെച്ചതാണ്. പെണ്ണുങ്ങൾ മയ്യത്ത് നിസ്കരിച്ചാലും വക്കായത്ത് നഫ്ലൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് മത്ലൂബ് അല്ലാത്തത് കൊണ്ട് പിന്നെ അത് മുന്നൊക്കെ ഇതാകാതിരിക്കണം, അങ്ങനെയാ. അപ്പൊ അതിന് വിട്ടിട്ട് ഇതാണ് ശരി. അപ്പൊ അത് സുന്നത്താന്ന് പറയാൻ പറ്റുമല്ലോ, തൊലബില്ല അവിടെ ശരിക്കും. പിന്നെ വക്കായത്ത് നഫ്ലൻ എന്ന് പറയുന്നത് തൊലബില്ലാത്തടുത്താ. പിന്നെ അക്സറമെന്ന് കയറി. അപ്പൊ അത് ഈ ഫിഖ് നല്ലപോലെ അറിയുന്ന ആൾക്കാർ എന്ന് പറഞ്ഞിട്ടേ എനിക്കത് എന്താണ് വേറെ ചില സ്ഥലത്തും ആർക്കും അങ്ങനെ ശരിക്കും മനസ്സിലാകാത്തതായിട്ടാണ് തോന്നിയത്. പിന്നെ ഈ തശഹുദ് കഴിഞ്ഞിട്ടുള്ള ദുആ ഇല്ലേ, തഹിയ്യാത്ത് കഴിഞ്ഞിട്ടുള്ള ദുആ ഒഴിവാക്കൽ കറാത്ത് എന്നുള്ളിടത്ത് ഫത്തുൽ മീനില് അഫ്ളലുഹു എന്ന് അറിഞ്ഞിട്ട് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്തി വമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ എന്ന് പറഞ്ഞിട്ട് വയുക്റഹു തർക്കുഹു എന്ന് അതിന്റെ ശേഷമുണ്ട്. അപ്പൊ ഈ അഫ്ളലായ ദുആ ഒഴിവാക്കൽ കറാത്ത് എന്നാണ് ആ പറയുന്ന ആൾ അർത്ഥം വെച്ച് കേട്ടത്, ഞാൻ ഒരു പ്രസംഗത്തിൽ കേട്ടതാ. പക്ഷെ അതിലേക്കല്ല ലമീർ വേണമെങ്കിൽ ദുആ ഒഴിവാക്കൽ കറാത്ത് എന്നാ. അഫ്ളലുഹു എന്നുള്ള ആ ഹൂവിന്റെ ലമീർ അടങ്ങുന്നിടത്താണ് എന്ത് ഉക്റഹു തർക്കുഹു എന്ന് പറഞ്ഞ ഹൂവിന്റെ ലമീർ അങ്ങോട്ട് ആ ദുആയിലേക്ക് മടങ്ങുക. അങ്ങനെ തൊഴഫേന്ന് അതാ മനസ്സിലാകുന്നത്. പിന്നെ അത് അവിടെ ഈ ആനത്ത് പറയുന്നുണ്ട്, പിന്നെ അവിടെ ഇഷ്കാലാക്കി മറുപടിയൊക്കെ പറയുന്നുണ്ട്. ഇനി വലവ് മഖ്സൂറത്തൻ. അപ്പൊ അതാണ് ഈ വക്കായത്ത് നഫ്ൽ എന്ന് പറഞ്ഞാൽ നേരെ മനസ്സിലാക്കണം. തൊലബില്ലാത്ത സ്ഥലത്താണ് അത്. പിന്നെ സ്വഹിയാകാൻ ആ ഒരു കാരണം ഉണ്ടാവും. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ഞാനൊരു പിന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, പിന്നെ യൂട്യൂബിലുണ്ട്. വൈസന്നുലിൽ മുസല്ലി എന്ന് പറഞ്ഞിട്ട് ഫർലൻ മുഅദ്ദൻ. ആ ഫർല് അതിന് മുബാലകത്ത് വലോ മഖ്സൂറത്തൻ, അത് കസറാക്കപ്പെട്ട രീതിയിലാണെങ്കിലും പിന്നെ അപ്പൊ കസറായിട്ട് അനുസ്കരിച്ച എന്നിട്ട് ആദ്യം അനുസ്കരിച്ച അങ്ങനെയാണ് കസറായിട്ട് അതായിട്ട് ആദഹ താമത്തൻ, അയാൾ അതിനെ താമായി മടക്കുകയാണ്. സഫറിൽ തന്നെ താമായി മടക്കുകയാണ്.
ഔ ബായത ഇഖാമത്തിഹി, അല്ലെങ്കിൽ മടക്കുന്നത് നാട്ടിലെത്തിയതിനു ശേഷമാണ്. അപ്പോൾ എന്താണ്, നമസ്കാരത്തിന്റെ സമയത്ത് തന്നെ നാട്ടിലെത്തി, അപ്പോൾ ഇയാൾ മടക്കാൻ തീരുമാനിച്ച്. എന്നാലും സുന്നത്തുണ്ട് തന്നെ, ഈ ആദത്ത് സുന്നത്തുണ്ട് എന്നാണല്ലോ പറയുന്നത്. വസാമു അന്നഹു യുഈദുഹ ബഅദൽ ഇഖാമത്തി മഖ്സൂറത്തൻ മഅമൻ യുഖസ്സിറു ലിഅന്നഹ ഹാക്കിയത്തുൽ ലിലൂല ബഈദുൻ. എന്നാൽ ഇങ്ങനെ വസാമു അന്നഹു യുഈദുഹ, ഈ മുസാഫിർ അയാൾ യുഈദുഹ, ഈ നിസ്കാരം ഏത്, ആ യാത്രയിൽ മഖ്സൂറായി നിസ്കരിച്ച ആ നിസ്കാരം അതിനെ മടക്കാം. ബഅദൽ ഇഖാമത്തി, ഇഖാമത്തിന്റെ ശേഷം അയാൾ മടക്കേണ്ടത് മഖ്സൂറത്തൻ കസറായിട്ട് തന്നെ മടക്കേണ്ടത്, താമായിട്ടല്ല. മാമൻ യുഖസ്സിറു, കസറാക്കുന്ന വേറൊരാളെ കിട്ടിയാൽ ജമാഅത്ത് കിട്ടണമല്ലോ, ഒറ്റയ്ക്ക് പറ്റൂലല്ലോ. അപ്പോൾ എന്താണ്, ആ കസറാക്കുന്ന വേറൊരാളെ കിട്ടിയാൽ കസറായിട്ട് തന്നെ മടക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ, അലി അന്നഹ ഹാക്കിയത്തുല്ലൂല, കാരണം അത് ഇപ്പൊ ഈ ആദത്ത് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഹിക്കായത്തല്ലേ. അപ്പൊ അയാൾ അന്ന് യാത്രയിൽ കസറായിട്ടല്ലേ നിസ്കരിച്ചേ. അപ്പൊ അതുകൊണ്ട് ഇയാൾക്ക് അങ്ങനെ ഇക്കാമത്തിന്റെ ശേഷം കസറാക്കി നിസ്കരിക്കാം, ജായിസ് എന്നുള്ള അർത്ഥത്തിനായിരിക്കും ഈ ദുഹ തന്നെ. ബഈദുൻ, ആ സാമ് ബഈദാണ്, പറഞ്ഞ ശരിയാവില്ല. വനളീറുഹു, ഈ വിഷയത്തില് ഇത് ബഈദാന്ന് പറഞ്ഞാൽ ആ ബഈദിന്റെ ആ ബോയ്തിന്റെ നളീർ യാദത്തുൽ കുസൂഫി ബഅദൽ ഇൻജിലായി, ഗ്രഹണ നിസ്കാരം നിസ്കരിക്കുക ഗ്രഹണം അവസാനിച്ചതിന് ശേഷം, വെളിച്ചത്ത് വന്നതിന് ശേഷം ഇഞ്ചിലാന്ന് പറയുന്നത്. അതായത് ആ ഗ്രഹണം നീങ്ങി സൂര്യനും ചന്ദ്രനൊക്കെ വെളിച്ചത്ത് വന്നു, ഇനി നിസ്കരിക്കും പോലെയാണ് അത്. അത് ശരിയാവില്ലല്ലോ, സബബുള്ളതല്ലേ, സബബുള്ള കലാ ഇല്ലാന്ന് പറഞ്ഞു എന്ന പോലെയാണ് ഇത്. കസറാക്കാൻ പറ്റൂല, കാരണം യാത്രയാണ് അതിന്റെ സബബ്. അത് കഴിഞ്ഞില്ലേ. ഇനി മഗ്രിബൻ, മഗ്രിബാണെങ്കിലും ശരി, അത് വലവ് മഖ്സൂറത്തന, മഖ്സൂറത്തിന്റെ മേലെത്തുക. അപ്പോൾ വലവുക്കാനൽ ഫർളു മഗ്രിബൻ അലൽ ജദീദി, ജദീദിന്റെ മേലെടുത്തിട്ട് തന്നെ, കാരണം ജദീദ് അനുസരിച്ച് മഗ്രിബിന്റെ സമയം കുറവല്ലേ. അപ്പോൾ അതാണ് അവിടെ വായത്താക്കാൻ കാരണം. ലിഅന്ന വഖ്തഹ അലൈഹി യസഉ തക്റാറഹ മറത്തൈനി ബല്ലക്സറ, കാരണം ആ മഗ്രിബിന്റെ സമയം അലൈഹി ജദീദിന്റെ മേലെടുത്തിട്ട് തന്നെ യസഉ, അത് വിശാലമാണ്, തക്റാറഹ മഗ്രിബ് ആവർത്തിക്കാൻ എന്താണ് വിശാലമാണ്, മറത്തൈനി 2 തവണ, ബല്ലക്സറ അല്ല 2-ലധികം തവണ എന്താണ് തക്റാറാക്കാൻ വിശാലമാണെന്ന് പറഞ്ഞു. കമാ ഉലിമ മിമ്മ മറഫീഹി, അതുപോലെ അത് മുമ്പ് പറഞ്ഞെന്നറിയപ്പെട്ടു. കാരണം എന്താ, ഒന്നുകൊടുക്കാനും അതുപോലെ വസ്ത്രം മാറ്റാനും പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ. 7 റക്അത്ത് നിസ്കരിക്കാനും ഒക്കെ ഉള്ള സമയം. അപ്പം ഇയാൾ എല്ലാം റെഡിയായിരിക്കുന്ന ആളാണ്. മഗ്രിബിന്റെ സമയം അപ്പോൾ അവ്വൽ വക്തിൽ തന്നെ ജമാഅത്തും കിട്ടി. എന്നാൽ പിന്നെ എന്താണ്, സമയം കഴിഞ്ഞതിന് മുമ്പ് പിന്നെ ഒരു 1-2 വട്ടം നിസ്കരിക്കാൻ നേരം ഉണ്ടാവുമല്ലോ എന്നാ. ജുമാഅത്തൻ, ജുമായാണെങ്കിലും ശരി, മഖ്സൂറത്തിന്റെ മേലെത്തുക. ഹൈസു സാഫർ അലി ബലദിന്നാഹർ, അങ്ങനെ ജുമാ മടക്കൽ ഇയാൾ ഇവിടെ നിസ്കരിച്ചിട്ട് വേറെ നാട്ടിലേക്ക് പോയി, അവിടെ കുറഞ്ഞു കഴിഞ്ഞിട്ടാണ് വേറെ നാട്ടിൽ പോകുക, അല്ലെ വേറെ ഈ നാട്ടിൽ തന്നെ വേറെ പള്ളി പോയാലും മതി. അതാ ജാസ തഅദ്ദുദുഹ, അല്ലെങ്കിൽ ആ ജുമാ തഅദ്ദുദാകൽ ജായിസാണ്. ഹൈസു സാഫർ, ആ സാഫറിന്റെ മേലെത്തുക. അപ്പൊ ഹൈസു ജാസ, വേറെ ജുമ കിട്ടുമല്ലോ. വനൂസിയ ഫീഹി ബിമാ ലാ യസിഹു, എന്നാൽ ആ ജുമാ മടക്കുന്നതിൽ എന്താണ് പറ്റൂല എന്ന ഖിലാഫ് പറഞ്ഞിട്ടുണ്ട്. ബിമാ ലാ യസിഹു, ആ ഖിലാഫ് ഒന്ന് പറഞ്ഞിട്ടാണ്, അത് സഹിയായ ഒരു കാരണമല്ല എന്നർത്ഥം. പിന്നെ നൂസിയ ഫീഹി എന്ന് പറഞ്ഞാൽ തഅദ്ദുദ് ജായിസായത് അവിടെ ആയിരിക്കും, പിന്നെ അവിടെ മടക്കാൻ പറ്റൂല. ഫർളൻ യജിബു ഖളാഉഹു, എന്ന പോലെ ഫർളാണെങ്കിലും ശരി, അതുമായത്ത യജിബു ഖളാഉഹു, എങ്ങനത്തെ ഫർളാണ്, അതിനെ ഖളാ വീട്ടൽ നിർബന്ധമാണ്, അങ്ങനത്തെ ഫർളാണ്. എന്നാലും പിന്നെ മുഖീമിൻ തയമ്മമ, ഖളാ വീട്ടൽ നിർബന്ധമുള്ള ആളാരാ, ആ നാട്ടിൽ തന്നെ ഉള്ള ആളാണ്. അയാൾ വെള്ളമില്ലാത്തതുകൊണ്ട് തയമ്മം ചെയ്തു, എന്നാലും എന്താക്കണോ, പിന്നെ മടക്കണമല്ലോ. അയാളെ പോലെ അയാൾക്ക് എന്താക്കാം, അയാൾ ഖളാ വീട്ടൽ നിർബന്ധമുണ്ട്, എന്നാലും എന്താക്കാം മടക്കി സ്കരിക്കാം. ലുഹ്റ മഅ്ദൂരിൻ ഫിൽ ജുമാഅത്തി അലൽ ഔജഹി, എന്ന പോലെ മഅ്ദൂറായ അയാളുടെ ലുഹ്ർ നിസ്കാരമാണെങ്കിലും മടക്കാം.
എന്തിലും എഴുതറുള്ള ആള്, ജുമയിൽ എഴുതറുള്ള, ജുമ ഒഴിവാക്കാൻ എഴുതറുള്ള ആളാണ്, അയാൾ ദോറ് നിസ്കരിച്ച്. പിന്നെ എന്നാൽ വേറെ ജമാഅത്ത് കിട്ടി, ബോഹറിന്റെ ജമാഅത്ത് കിട്ടി, അങ്ങനത്തെ എഴുതറുള്ള വേറെ ആളുമുണ്ട്, എന്നാലും എന്താക്കാം, മടക്കി നിസ്കരിക്കാമല്ലോ. അപ്പോൾ സുന്നത്തുണ്ട്. ഖിലാഫല്ലിൽ അദറായി ഫീഹിമ, ഇമാം അദറായിക്ക് റഹിമുള്ളക്കെതിരായിട്ട് ഫീഹിമ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഖളാ നിർബന്ധ നമസ്കാരവും എന്ന പോലെ മഅദൂർ ളുഹർ നിസ്കാരത്തിലും. അപ്പോൾ ഇന്നമായത്തജു മാതക്കറഹു ഫില്ലൂല, എന്നാൽ ഇമാം അദറായി റഹിമുള്ള ആദ്യത്തെ മസലയിൽ പറഞ്ഞത് ന്യായമാകും. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഫർലുൻ യജിബു ഖളാഉഹു എന്ന് പറഞ്ഞില്ലേ, ഇൻകുൽന ബിമൻ ഇന്ന ഫിലഹു, ഇയാൾക്ക് സുന്നത്ത് നിസ്കാരം പാടില്ല, ഫർള് നിസ്കരിച്ചത് മടക്കണമല്ലോ, അപ്പോൾ അത് മടക്കാതെ എന്ത് ചെയ്യരുത്, സുന്നത്ത് പാടില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ പിന്നെ ഇയാൾ മടക്കൽ എന്ത് സുന്നത്തല്ലേ. പിന്നെ അതായത് കള കിട്ടുന്നതിന് മുമ്പുള്ള കാര്യം ഇപ്പോൾ പറയുന്നത്. അപ്പോൾ പാടില്ല എന്നറിയേണ്ടി വരും. കാരണം ലിയാന്നഹു ലാ ലറൂറത്ത ബിഹി ഇലൈഹി, കാരണം എന്താണ്, ലറൂറത്തില്ല, ബിഹി ഇവനിൽ ലറൂറത്തില്ല, ഇലൈഹി എന്തിലേക്ക്, ഇയാദത്തിലേക്ക് ആവശ്യമില്ല എന്നർത്ഥം. പിന്നെ അമ്മായിദ കൊല്ല ലഹുൻ നഫ്ലു, പിന്നെ അപ്പൊ ഇവന് നഫ്ല് ജായിസാണ് എന്ന് പറഞ്ഞാലോ, തൗസിയത്തം വി തഹ്സീൽ സവാബി, സവാബ് ഹാസിലാക്കുന്നതിൽ വിശാല ചെയ്തുകൊണ്ട് ഇവന് സുന്നത്ത് നിസ്കരിക്കൽ ജായിസാണ് എന്ന് പറഞ്ഞാൽ ഫലാ വജ്ഹ ലിമൻ അല്ലി ആദത്തി, അപ്പോ മടക്കി നിസ്കരിക്കലിനെ തടയാൻ ന്യായമില്ലാന്ന. ആ നഫ്ല് ജായിസാന്നുള്ളത് റാജിഹ്, ബൽ യതഅയ്യനു നദ്ബുഹാ ലിദാലിക, അപ്പൊ അവന് സുന്നത്ത് എന്താണ്, ആ ഇയാദത്ത് സുന്നത്താണെന്നുള്ളത് തന്നെയാണ് നിജമായ അഭിപ്രായം. യതഅയ്യനു, അത് തന്നെയാണ് ശരിയായ അഭിപ്രായം. ലിദാലിക, ഇതിനുവേണ്ടി ആ തഹ്സീലു സവാബിൽ തൗസിയത്ത് എന്നുള്ള നിലക്ക്, വിശാലാക്കുക എന്നുള്ള നിലക്ക്. ഇനി ഔ നഫ്ലൻ, അല്ലെങ്കിൽ സുന്നത്ത് നിസ്കാരാണെങ്കിലും ശരി, എങ്ങനത്തെ സുന്നത്ത് നിസ്കാരം, തുസന്നു ഫീഹി, അല്ല സുന്നത്ത് നിസ്കാരമാണെങ്കിലും ശരിയെന്ന് പറയാൻ പറ്റൂലല്ലോ, കാരണം ഫർലിനല്ലേ ഇതുവരെ പറഞ്ഞത്. അപ്പോൾ ഔ നഫ്ലൻ എന്ന് പറഞ്ഞാൽ ഫർലിന്റെ മേലെ അത്ഫ്, അപ്പോൾ യുസന്നുലിൽ മുസല്ലി ഫർലൻ ഔ നഫ്ലൻ എന്നർത്ഥം. പിന്നെ അപ്പോ സുന്നത്ത് നിസ്കരിച്ച ആള് എങ്ങനത്തെ സുന്നത്ത്, തുസന്നു ഫീഹിൽ ജമാഅത്ത്, അതിൽ ജമാഅത്ത് സുന്നത്തുണ്ട്. കുസൂഫ് നിസ്കാരം പോലെ, കമാൻ ഉസ്സ അലൈഹി, അതിൽ ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ നസ്സുണ്ട്, മടക്കൽ സുന്നത്തുണ്ട് എന്ന്. അപ്പൊ ആദ്യം എന്താണ്, കുസൂഫ് ഗ്രഹണ നിസ്കാരം ഒറ്റക്ക് നിസ്കരിച്ച, അല്ലെങ്കിൽ ജമാഅത്തായി നിസ്കരിച്ച്, വേറെ ജമാഅത്തിൻ്റെ, അപ്പോൾ ഒന്ന് മടക്കുക. അപ്പോൾ വിത്തിരി റമളാൻ എന്ന പോലെ, റമളാനിലെ വിത്തർ പോലെ. എങ്ങനെ നിസ്കരിച്ചത്, വാഹിദഹു, ഇവൻ ഒറ്റക്ക നിസ്കരിച്ചത്. വകദാ ജമാഅത്തം ബിൽ അസഹി, ആദ്യം നിസ്കരിച്ചത് ഒറ്റക്കാണ്, അല്ലെങ്കിൽ ജമാഅത്തിലാണ്. ഒറ്റക്ക് നിസ്കരിച്ചാലും മടക്കാം എന്നുള്ളതിൽ ഖിലാഫില്ല. പിന്നെ ആദ്യം ജമാഅത്തായി നിസ്കരിച്ച ആളിന് ഈ ആദത്ത് സുന്നത്തുണ്ടോ ഇല്ല എന്നുള്ളതിൽ അസഹൻ സാനിയായ ഖിലാഫുണ്ട്. അസഹൻ അനുസരിച്ച് അയാൾക്ക് മടക്കാം. ഈ ആദത്തുഹ, യുസന്നു ആദത്തുഹ എന്നർത്ഥം. ആ നിസ്കാരം മടക്കുക, ജമാഅത്തിനൊരു ജമാഅത്തോടു കൂടെ യുദിരിക്കുഹാന്ന. പിന്നെ വൈങ്കാനത്തെ അക്സറ, അപ്പോ ആ ഒന്നാമത്തെ ജമാഅത്തുണ്ടല്ലോ, കഥാ ജമാഅത്തന്നെ എന്ന് പറഞ്ഞത്, ആ ഒന്നാമത്തെ ജമാഅത്ത് ആള് കൂടുതലാണെങ്കിലും ശരി, അവ രണ്ടാമത്തേൽ ആള് കുറവാണ്, എന്നാലും മടക്കാം. അഫ്ളല, എന്നുപോലെ ഒന്നാമത്തത് അഫ്ളലാണെങ്കിലും ശരി, ലാഹിറം മിന സാനിയത്തി, രണ്ടാമത്തതിനേക്കാൾ ലാഹിറായ നിലയിൽ അഫ്ളലാണ്. അപ്പോ അഫ്ളല ലാഹിറൻ എന്ന് പറഞ്ഞാല് പിന്നെ ഷിയാർ ലാഹിറാകുക എന്നല്ലേ. അപ്പൊ ആ ഷിയാർ ലാഹിറാകുന്നത് കൊണ്ട് അതുകൊണ്ട് അഫ്ളലായി. അതായത് എന്താണ്, അങ്ങാടിയിൽ നടുവിലെ പള്ളിയിലാണ്, അപ്പോൾ അവിടെ എന്താവും, ലുഹൂർ കൂടുതലുണ്ടാവുമല്ലോ ഗ്രാമപ്രദേശത്തുണ്ടാകുന്നതിനെക്കാട്ടില്, അല്ലെങ്കിൽ ഒരു നാഹിയത്തിൽ ഉണ്ടാകുന്നതിനേക്കാളിലൊക്കെ ലുഹൂർ കൂടുതലുണ്ടായിരിക്കും. അതായിരിക്കും അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അഫ്ളല പിന്നെ അഫ്ളലാകുക എന്ന് പറഞ്ഞത് എങ്ങനെ, അത് ഇമാമ് കൂടുതൽ ഇൽമുള്ള ആളാണ്, അയലമാണ്, അല്ലെ ഔറ ആണ്, അല്ലെങ്കിൽ മക്കാന് അഷറഫായ സ്ഥലമാണ്, ഇങ്ങനെയൊക്കെ ആ സ്ഥലം കൂടുതൽ
ഷറഫുള്ള സ്ഥലമാണ്. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അഫ്ളലാവും. പിന്നെ ലാഹിറമ്മിനസാനിയത്തി എന്ന ലാഹിറുൻ എന്നാണ് വേറെ നുസ്ഖയിൽ. അതല്ല, ലാഹിറമ്മിനസാനിയത്തി. അപ്പോ അഫ്ളല ലാഹിറൻ എന്ന് പറഞ്ഞത് ലാഹിറൻ എന്നായിരിക്കും അതിന്റെ അർത്ഥം. ലാഹിറാണെങ്കിലും അക്സറാണെങ്കിലും അഫ്ളലാണെങ്കിലും ലാഹിറാണെങ്കിലും എന്തിനേക്കാൾ രണ്ടാമത്തതിനേക്കാൾ ഒന്നാമത്തെ ജമാഅത്ത് അക്സറാണ്, അഫ്ളലാണ്, ലാഹിറാണ്. എന്നാലും ശരി, ഈ ആദത്ത് എന്ത് സുന്നത്താണ് ജമാഅത്ത് മടക്കുക? ഖീല അൽ മുറാദു ഹുന, ഈ ആദത്തിന്റെ അർത്ഥം എന്താ? ഈ ആദത്തിന് നമ്മൾ മുമ്പ് രണ്ടർത്ഥം പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഖളാ പറയുമ്പോ എന്താണ്? സമയം കഴിഞ്ഞിട്ട് നിസ്കരിക്കുന്നതും കൂടി അല്ല, അത് ഖളായിന് രണ്ടർത്ഥം പറഞ്ഞ. പിന്നെ അപ്പൊ ഇവിടെ ഇയാദത്തിന്റെ അർത്ഥം മാനാഹ അൽ ലുഗവിയു അൽ ഉസൂലിയു. ലുഗവിയായ മാനയാണ് ഇതിന്റെ ഉദ്ദേശം, എന്തല്ല ഉസൂലിയായ മാനയല്ല. എന്താ ലുഗവിയായ മാന എന്ന് പറഞ്ഞാല് ഉസൂലിയായ മാന എന്ന് പറഞ്ഞാല്? ലുഗവിയായ മാന എന്ന് പറഞ്ഞാല് രണ്ടാമട്ടം ചെയ്യുക എന്നർത്ഥം, അത്രയേ ഉള്ളൂ, വേറെ കൈതൊന്നുമില്ല. ലൽ ഉസൂലിയു, ഉസൂലിയായ മാനയല്ല. ഉസൂലിയായ മാന എന്താ? ശേഷം പറയുന്നതാ ഐ ബിനാഅൻ അലാ അന്നഹ ഇൻദഹും, അതായത് ഉസൂലിക്കാരുടെ അടുക്കല് രണ്ടർത്ഥമുണ്ട്. അത് അല അന്നഹ ഇആദത്ത് ഇൻദഹും, ഉസൂലിങ്ങളുടെ അടുക്കല് അതിന്റെ അർത്ഥം മാഫുഇല ലി ഖലലിൻ ഫിൽ ഊല, ഒന്നാമത്തതിൽ എന്തോ തകരാറുള്ളത് കൊണ്ട് രണ്ടാമത് ചെയ്യുന്നത് എന്നാണ് ഇആദത്തിന്റെ അർത്ഥം. ആ അർത്ഥമല്ല ഇവിടെ. കാരണം ഇവിടെ ഒന്നാമത്തേൽ ഖലലൊന്നുമില്ല. ആ ഖലൽ എന്താണ്? മിൻ ഫഖദി റുക്കിനിൻ, ഒരു റുക്കിന് നഷ്ടപ്പെടുക, ഒരു ഫർള് നഷ്ടപ്പെടുക, ഒരു ഷർത്തിന് അല്ലെ ഒരു ഷർത്തില്ലാതാകുക. അപ്പൊ ഇങ്ങനെ നിസ്കരിച്ച നിസ്കാരം പിന്നെ നിസ്കരിക്കുന്നതിനാണ് ഉസൂലിന്റെ അയിമത്ത് ഇആദത്ത് എന്ന് പറയുക. ആ അർത്ഥമല്ല ഇവിടെ. അമ്മ ഇതാ കൊല്ല. അപ്പൊ ഇനി നമ്മൾ പറഞ്ഞാല് എന്തായിരുന്നു? ഉസൂലിക്കാരുടെ അടുക്കല് പിന്നെ ഈ ഇആദത്ത് എന്ന് പറഞ്ഞാല് ഇന്നഹ ഇആദത്താകുന്നത് മാഫുഇല ലി ഖലലിൻ ഔ ഉദ്രിൻ. കണ്ടോ, ഖലല് ഉള്ളത് കൊണ്ട് പിന്നെയും ചെയ്യുന്നത്, അല്ലെങ്കിൽ ഉഴുതുറുള്ളത് കൊണ്ട്. അപ്പൊ ഇവിടുത്തെ ഉഴുതുറെന്താ? കസ്സവാബി, കൂലി കിട്ടണം എന്നുള്ളത് അല്ലെ. ആദ്യത്തേൽ ഇല്ലാത്തൊരു കൂലി രണ്ടാമത് കിട്ടുക എന്നുള്ളത് പിന്നെ രണ്ടാമത് നിസ്കരിക്കാൻ ഒരു കാരണമാണല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു ഉദറിന് വേണ്ടി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഫതസിഹു ഇറാദത്തു മാനാഹ അൽ ഉസൂലി. അപ്പോ എന്താണ്? ഇയാദത്തിന്റെ ഉസൂലിയായ മാന ഇവിടെ ഉദ്ദേശിക്കൽ സ്വഹിയാവും. ഇത് ഹുവ ഹീനൈദിൻ ഫിഅലുഹാ സാനിയൻ റജാ അസ്സവാബി. ഉസൂലിയായ മാന ഇത് ഹുവ ഹീനൈദിൻ. ഈ രണ്ടാമത്തെ പറഞ്ഞ അനുസരിച്ച് നമ്മൾ ഇങ്ങനെ പറയുമ്പോ അമ്മ ഇതാ കൊല്ല, അങ്ങനെ പറയുമ്പോ ഇതിന്റെ അർത്ഥം എന്താ? ഫിഅലുഹ, ആ നിസ്കാരം നിർവഹിക്കുക എന്നുള്ളതാണ്. സാനിയൻ, രണ്ടാം തവണ, റജാ അസ്സവാബി, കൂലി പ്രതീക്ഷിച്ച് ചെയ്യുക എന്നുള്ളതാ. അത് തന്നെ അതിന്റെ അർത്ഥം. പിന്നെ ഇത് വക്തില് ചെയ്യണം. അത് ഇആദത്ത് എന്ന് പറയുമ്പോ വക്തിലായിരിക്കുക എന്നുണ്ടല്ലോ, അതതിന്റെ അർത്ഥം. വക്ത് കഴിഞ്ഞിട്ടല്ല. പിന്നെ അതവിടെ ഹാഷിയെന്ന് മനസ്സിലാവും. മാ ജമാഅത്തിൻ യുദിരിക്കുക, എന്തോടുകൂടെ മടക്കുക എന്ന ഒരു ജമാഅത്തോടുകൂടെ. എങ്ങനത്തെ ജമാഅത്ത്? യുദിരിക്കുക, ഇവൻ അതിന്റെ സവാബ് കിട്ടും, അങ്ങനത്തെ ജമാഅത്ത്. അതാണ് ഒരർത്ഥം പറയുന്നത്. യുദിരിക്കുക എന്നുള്ളതിനെ കുറിച്ച് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറയുന്നത് സിയാദത്തു ഇലാഹിൻ, ജമാഅത്തോടുകൂടെ മടക്കുക എന്ന് പറഞ്ഞാൽ ഇവന് കിട്ടുന്ന ജമാഅത്ത് എന്നല്ലേ അതിന്റെ അർത്ഥം. അതന്നെ, അതൊന്നുകൂടി വിശദാക്കിയതാണ്. അബിൽ മുറാദു, അല്ലെങ്കിൽ അതിന്റെ മുറാദ് യുദിരിക്കു ഫളിലഹ, ജമാഅത്തിന്റെ ഫളിലെത്തിക്കാന്ന. അതായിരിക്കും എന്താണ് ഉദ്ദേശം. സിയാദത്ത് ഇലാഹിനേക്കാൾ മറ്റേത് വെക്കലാ നല്ലത്. ജമാഅത്തിന്റെ ഫളില് കിട്ടുന്ന ജമാഅത്തോടുകൂടെ. അപ്പൊ എന്താവും? ആ കറാഹത്തുള്ള ജമാഅത്ത് ഇമാമോ മുത്തതിയോ ഫാസിക്കോ ഇങ്ങനത്തെ ഒക്കെ ആയതുകൊണ്ട്, അല്ലെങ്കിൽ മുഖാലിഫാണ്, മസല ശേഷം പറയുന്നുണ്ട് മദ്ഹബില് എതിരുള്ള ആളാ, അപ്പോൾ അവരുടെ ഒന്നും കൂടെ മടക്കൽ സുന്നത്തില്ല എന്ന് വരും. അതായിരിക്കും എന്ത് യുദിരിക്കുക എന്ന് പറഞ്ഞാൽ. അതിറക്കൽ ജമാഅത്താന്ന് പറഞ്ഞാൽ മുമ്പ് നമ്മൾ അർത്ഥം പറഞ്ഞല്ലോ, അസില് സവാബ് കിട്ടുക എന്നാണ്. പിന്നെ യുദിരിക്കു ഫദ്ലഹ ഫതഖ്റുജുൽ ജമാഅത്തുൽ മക്റൂഹത്തു. അപ്പൊ അങ്ങനെ ആവുമ്പോ എന്താവും? ഈ രണ്ടാമത് പറഞ്ഞ അനുസരിച്ച് അത് അഫ എന്ന് പറഞ്ഞത് അവിൽ മുറാദ് യുദിരിക്കു ഫദ്ലഹ എന്നതിന്റെ മേലെടുത്താല് കറാത്തായ ജമാഅത്ത് ഖാരിജാവും. ഫലാ തുസന്നുൽ ഇആദത്തു മഅഹും, അപ്പൊ അവരുടെ കൂടെ മടക്കൽ സുന്നത്തില്ല. കമായത്തി ശേഷം വരുന്നുണ്ട് വയദ്ഖുലു മൻ അദ്റക റക്അത്തൻ മിനൽ ജുമുഅത്തിൽ മുആദത്തി ലാ അഖല്ല. എന്നപോലെ
എന്താണ് സവാബ് കിട്ടുന്ന ജമാഅത്ത് എന്ന് പറഞ്ഞല്ലോ. അതോടുകൂടെ എന്ന് പറയുമ്പോൾ ഒരാൾ പ്രവേശിക്കുകയും ചെയ്യും, ദാഖിലാകും. എങ്ങനത്തെ ഒരാള് അയാൾ എത്തിച്ചു അതറക്ക റക്കാത്തൻ, ഒരു റക്കായത്ത് കിട്ടി, മിനൽ ജുമാഅത്തിൽ മുആദത്തി, മടക്കി നിസ്കരിക്കുന്ന ജുമാ നമ്മൾ പറഞ്ഞല്ലോ, അതിന് ഒരു റക്കായത്ത് കിട്ടിയാൽ അയാൾക്കും എന്താണ് മടക്കാന്ന് വരും. അല്ല അക്കല്ല, ഒരു റക്കായത്തിനേക്കാൾ അക്കല്ലാണെങ്കിൽ മടക്കൽ സുന്നത്തില്ല. അതായത് ഇവൻ രണ്ടാമത് നിസ്കരിക്കാൻ പോകുന്ന ജുമാ, അതിൽ എന്താണ് ഒരു റക്കായത്ത് കിട്ടൂല, ഇമാം അങ്ങ് രണ്ടാമത്തെ റക്കായത്ത് റുക്കുവും കഴിഞ്ഞു പോയി, എന്നാല് മടക്കൽ സുന്നത്തില്ല. കാരണം എന്താ, ഇതിലാ തന്നൊക്കെ ഇത് ജുമാഅത്തന്നെ, അത് ജുമയായ മുന്നൊക്കെ ഇതാവൂല. പിന്നെ വദൂനഹ ഫി ഗൈരിഹ, എന്ന പോലെ ജുമഅ അല്ലാത്തതിൽ ഒരു റക്കായത്തിൽ കുറച്ചെത്തിച്ച ആളും പെടും എന്നാ. മന്നദ്റക്ക റക്കായത്തൻ, അതിന്റെ മേലെ അത്തുഫാണ്. അപ്പോൾ മന്നദ്റക്ക ദൂന റക്കായത്തിൻ ഫി ഗൈരിഹ, ജുമഅ അല്ലാത്തതില്, പിന്നെ ആഖിരിഹ, ആ ഒരു ജുമഅ അല്ലാത്തതിൽ ഒരു റക്കായത്തിൽ കുറച്ച് കിട്ടിയത് എവിടെ, ഫി ആഖിരിഹ, നിസ്കാരത്തിന്റെ അവസാനത്തിൽ, വഹുവ ലാഹിറുൻ, അത് കിട്ടിയാൽ മതി എന്നുള്ളത്, അങ്ങനെ കിട്ടിയ ആളിന് എന്താണ് മടക്കൽ സുന്നത്തിന്റെ എന്നുള്ളത് ലാഹിർ തന്നെ. വക്കദാമിൻ അവലിഹ, ഈ മടക്കുന്നത് ആ നിസ്കാരം ഉണ്ടല്ലോ, അപ്പോൾ ആ മുആദത്തായ ജുമഅ അല്ലാത്തതിലാണ് ഇപ്പോൾ പറയുന്നത്. അതിൽ നിന്ന് ഒരു റക്കായത്ത് കുറച്ച് കിട്ടുന്നുണ്ടെങ്കിൽ എന്താണ്, അത് അവസാനത്തുനിന്നാവുമ്പോൾ, ആദ്യത്തുനിന്ന് കിട്ടിയാലും എന്താണ് മടക്കൽ സുന്നത്തിന്റെ. വൈൻ ഫാറക്കലി ഗൈരി ഉദിരിൻ, അതായത് ഇവനെന്ത് തക്ബീറത്തുൽ ഇഹ്റാം ചെയ്ത് ഇമാമിന്റെ കൂടെ, എന്നിട്ട് ഇവന് ഉദുറില്ലാതെ മുഫാറക്കത്ത് ചെയ്തു, അങ്ങനെ വിചാരിച്ചിട്ട് തന്നെയാണ് ഇവന് ആദ്യം ആ ജമാഅത്ത് കൂടുന്നത്. എന്നാ സുന്നത്തുണ്ടോന്ന്, ആ സുന്നത്തുണ്ട് എന്ന് തന്നെ. ഫീമാ യൽഹറു സുമ്മ റഅയ്തു സർക്കശിയ, പിന്നെ ഇമാം ബദ്രുദ്ദീൻ സർക്കശി റഹിമഹുല്ലാഹ് പറയുന്നത് ഞാൻ കണ്ടു. എന്ത് സറഹ ബിദാലിക്ക, ഇത് വ്യക്താക്കിയിട്ടുണ്ട്, ഇത് അവലിന്ന് കിട്ടിയാലും മതിയെന്ന്. ഫഖാല, അപ്പോൾ അവർ പറഞ്ഞ എങ്ങനെയാണ്, ഇമാം സർക്കശി റഹിമഹുല്ലാഹ് പറഞ്ഞല്ലോ, ആദ സുബഹ വല്ല സറഫി ജമാഅത്തിന്, ഒരാൾ സുബഹി അല്ലെങ്കിൽ അസ്ർ മടക്കി, ജമാഅത്തിലായി മടക്കി. സുമ്മ അഖ്റജ നഫ്സഹു, പിന്നെന്ത് ചെയ്തു, ആ നഫ്സിനെ ഇഖ്റാജ് ചെയ്തു, മിൻഹ ബിഗൈരി ഉദ്രിൻ, ഉദ്രില്ലാതെ എന്താണ് ആ ജമാഅത്ത് നിന്ന് ഇയാളിങ്ങ് പോരുന്നു, മുഫാറഖ് നിയ്യത്ത് ചെയ്ത് നടത്താം. ഇഹ്തമലൽ ബുത്ലാനു ഹുന, അപ്പൊ ഈ സുബഹിന്റെ അസറിന്റെ അവിടെ അങ്ങനെ ചെയ്താൽ എന്താവും, മടക്കുമ്പോ എന്ന് പറഞ്ഞാല് സുബഹി നിസ്കരിച്ചതിന്റെ ശേഷം എന്താകുക, നിസ്കരിക്കലാണല്ലോ, അസർ നിസ്കരിച്ചതിന്റെ ശേഷം നിസ്കരിക്കലാണല്ലോ, ഇത് ഖറാഅത്തിന്റെ സമയമല്ലേ. അപ്പൊ അതുകൊണ്ടാ പറഞ്ഞ ഇഹ്തമലൽ ബുത്ലാനു ഹുന, ഇവിടെ ഈ സുബഹിയും അസറും ഇങ്ങനെ ജമാഅത്തോടുകൂടി മടക്കിയിട്ട് മുഫാറഖത്ത് നിയ്യത്ത് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, നിസ്കാരം ബാത്തിലാണ് എന്നതിന് സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞു. കാരണം എന്താ, ലീഖാഇഹി, ഇവൻ എന്ത് ചെയ്തു, ആ നിസ്കാരത്തിനെ വാക്കിയാക്കി, ഇവൻ വാക്കിയാക്കി എന്ത് സംഭവിപ്പിച്ചു, എന്തിനെ, നാഫിലത്തൻ, ഒരു സുന്നത്ത് നിസ്കാരത്തിനെ വാക്കിയാക്കി. എവിടെ, ഫി വക്തിൽ ഖറാഅത്തി, ഖറാഅത്തിന്റെ വക്തിൽ, അതായത് ഈ മടക്കുക എന്നുള്ളത് സുന്നത്താണല്ലോ, അപ്പൊ ഖറാഅത്തിന്റെ വക്തിലല്ലേ, ഇതുകൊണ്ട് ബാത്തിലാണെന്ന്. വല്ലഖറബു സിഹത്തു, എന്നാൽ സിഹത്താണ് അഖറബ്, ബുത്ലാലിന് ഇഹ്തിമാൽ ഉണ്ടെങ്കിലും സിഹത്ത് അഖറബ്. കാരണം എന്താ, അലി അന്നൽ ഇഹ്റാമ ബിഹ സഹീഹുൻ, കാരണം ആ നിസ്കാരം കൊണ്ട് ഇഹ്റാം ചെയ്തത് സഹിയാണ്, കാരണം അത് ജമാഅത്തോടു കൂടെ അല്ലേ. വഹിയ സലാത്തുൻ ദാത്തു സബബിൻ, അത് സബബുള്ള നിസ്കാരാണ്. വഹിയ ഏതവസ്ഥയിൽ, ഇത് സലാത്തുൻ ദാത്തു സബബിൻ, സബബുള്ള നിസ്കാരാണ് എന്ന്. സബബുള്ള നിസ്കാരം എന്ന് പറഞ്ഞാൽ ആദ്യം നിസ്കരിച്ചതിന് ശേഷം ജമാഅത്ത് കിട്ടുക എന്നുള്ളതാണ് സബബ്, അല്ലേ. പിന്നെ അപ്പൊ അങ്ങനെ സബബുള്ളൊരു നിസ്കാരാണ്, അതാണ് സഹീഹ് എന്ന് പറഞ്ഞാൽ. അന്നൽ ഇഹ്റാമ ബിഹ സഹീഹുൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ വഹിയ സലാത്തു ദാത്തു സബബിൻ എന്ന ജുമ ഹാലിയാണ്, അതിന് ഇല്ലത്ത് പോലെ. ഫലാ യുസ്സിറുൽ ഇൻഫിറാദു ഫീ ഇബ്താലിഹ, അപ്പോ ആ സഹിയായ നിസ്കാരം ഉണ്ടല്ലോ, അതിനെ ബാത്തിലാക്കുന്നതിൽ പിന്നെ ഇവൻ ഒറ്റക്കായി എന്നുള്ളത് സ്വാധീനിക്കൂല, അത് തിരിയൂല. കാരണം എന്താ, ലിഅന്നൽ ഇൻഫിറാദ്, ഫലാ യുസ്സിറുൽ ഇൻഫിറാദ് എന്ന് പറഞ്ഞാൽ ഇപ്പറഞ്ഞ ഇൻഫിറാദ് എന്നാ, ജമാഅത്തായിട്ട് തക്ബീറത്തുൽ ഇഹ്റാം ചെയ്തതിന് ശേഷം പിന്നീട് വന്ന ആ മുഫാറക്കത്ത് കൊണ്ടുള്ള ഇൻഫിറാദ് തയ്സീർ ചെയ്യൂല. കാരണം എന്താ, ലിഅന്നൽ ഇൻഫിറാദ്, ഇവിടെ പറഞ്ഞ ഇൻഫിറാദ് വഖാഫി ദവാമി, അത് ദവാമിലാണ് സംഭവിച്ചത്. ഇന്ദഹ, ഇമാം സർക്കശി പറഞ്ഞു തീർന്നു. അപ്പോ ദവാമിൽ എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ ഒറ്റക്കല്ലല്ലോ, മുൻഫരിദായിട്ടല്ല മടക്കുന്നത്, ജമാഅത്തായിട്ടാണ്. പിന്നെ വരുന്നത് എന്ന് പറഞ്ഞാൽ ദവാമിലാണ്, ആ നിസ്കാരം നിലനിൽക്കുമ്പോഴാണ്, തുടക്കത്തിൽ അങ്ങനല്ലല്ലോ. ഇനി ഔ മഅ വാഹിദിൻ,
ഒരു ജമാഅത്തോടുകൂടെ എന്നാ പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇവന് അല്ലാതെ വേറൊരു ജമാഅത്ത് നടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ജമാഅത്താണ് രണ്ടാൾ വേണമല്ലോ. അപ്പോൾ രണ്ടാൾ എന്താണ്, ഒരാൾ ഇമാമും മൗമൂമും നിസ്കരിക്കുന്നുണ്ട്, ആ കൂട്ടത്തിൽ ഇവനും പോയി നിസ്കരിക്കുക. ഏറ്റവും ചുരുങ്ങിയത് അങ്ങനെയാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ല ഒരുത്തൻ ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണ്, അല്ലെങ്കിൽ നിസ്കരിക്കാൻ പോവുക, ഇവർ രണ്ടാളും കൂടി ജമാഅത്താക്കിയാലോ? മറ്റവന് ഇപ്പോൾ എന്താണ് ലോഹർ ആദ്യമായിട്ട് നിസ്കരിക്കുകയാണ്, ഇവൻ നിസ്കരിച്ചിട്ട് വരിക, രണ്ടാളും കൂടി ജമാഅത്താക്കുക, അങ്ങനെ പറ്റുമോന്ന്? അതും പറ്റും. ഔ മഅ വാഹിദിൻ, അല്ലെങ്കിൽ ഒരാളോടുകൂടെ. മഅ ജമാഅത്തിൻ എന്ന് പറഞ്ഞതിൻ്റെ മേലെ തുഫാൻ ഔ മഅ വാഹിദിൻ. അപ്പോൾ ഈ ആദത്ത് സുന്നത്തിൻ്റെ എത്ര വട്ടം അടക്കൽ സുന്നത്തിൻ്റെ മറത്തൻ, ഒരു വട്ടം അടക്കൽ സുന്നത്തിൻ്റെ, അത്രയേ ഉള്ളൂ. പിന്നെ കമാനുസ്സാലേഹി, ഒരു വട്ടം അടക്കൽ സുന്നത്തുള്ളൂ എന്ന് നസ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു നസ്സുണ്ട്. ലാസിയത മിന്ന, ഒന്നിലധികം തവണ പാടില്ല. എപ്പോഴാണ് മടക്കേണ്ടത്? ഫിൽ വക്തി, ആ നിസ്കാരത്തിൻ്റെ സമയത്ത് മടക്കണം. ആണോ? അതെ, ഫിൽ വക്തി എന്നുള്ളതും നേരത്തെ മറത്തൻ എന്ന് പറഞ്ഞതും എന്തിനോടാ ബന്ധിച്ചതാ? ഈ പറഞ്ഞ ഈ ആദത്ത് എന്നുള്ളതിനോട് ബന്ധിച്ച. അപ്പോൾ വക്തിൽ മടക്കുക. കമാഫിൽ മജ്മൂഇ, വലം ഇറഹു, അത് വക്തിൽ മടക്കുക എന്നുള്ളത് മജ്മൂഇലുണ്ട്. പിന്നെ വലം ഇറഹു, ആ മജ്മൂഇലുള്ളത് കണ്ടില്ല, ശറൽ മുദബ്ബിലുള്ളത് കണ്ടില്ല. മന്നക്കലഹു, ആ വക്തിൽ മടക്കണം എന്നതിനെ നക്കല് ചെയ്തു. അനിൽ മുതാഖിരീന, മുതാഖിരീങ്ങളെ തൊട്ട് നക്കല് ചെയ്തു. അവരിത് കണ്ടില്ല. ഇത് കണ്ടെങ്കിൽ നവീമാവ് പറഞ്ഞല്ലേ നക്കല് ചെയ്യേണ്ടത്, മുതാഖിരീങ്ങൾ പറഞ്ഞല്ലല്ലോ നക്കല് ചെയ്യേണ്ടത്. വലിയ ആൾക്കാർ പറയുന്നതല്ലേ പ്രാധാന്യം കൊടുക്കണ്ടേ. അപ്പം ഇതവർ കാണാത്തോണ്ടായിരിക്കും. പിന്നെ ലാ ഖാരിജഹു, വക്തിൻ്റെ ഖാരിജലല്ല, സമയം കഴിഞ്ഞതിന് ശേഷം മടക്കൽ പറ്റൂല. അതാണ് ഐ ബിയൻ യഖഅ തഹറുമുഹാ ഫീഹി, വക്തിൽ സംഭവിക്കുക ഖാരിജിലല്ല എന്ന് പറഞ്ഞതിന് സൂറത്ത് പറയുന്നു. ബിയൻ യഖഅ തഹറുമുഹാ, ഈ രണ്ടാമത് ആ ഇയാദത്തുണ്ടല്ലോ, ആ ഇയാദത്തിൻ്റെ തഹറുമ തക്ബീറത്തുൽ ഇഹ്റാം സംഭവിക്കുക ഫീഹി, വക്തിൽ സംഭവിക്കുക, അത്ര മതി. തക്ബീറത്തുൽ ഇഹ്റാം പൂർണ്ണമായിട്ടും വക്തിലായാൽ മതി. വലൗ വഖഅ ബാഖിഹ ഖാരിജഹു, ആ നിസ്കാരത്തിൻ്റെ ബാക്കിയുള്ളത് സംഭവിച്ചാലും ശരി, ഖാരിജഹു, വക്തിൻ്റെ ഖാരിജിലായാലും ഫീമായൽഹറു. അപ്പോൾ ഒറക്കത്ത് കിട്ടണമെന്നില്ല, പൂർണ്ണമായും വക്തിൽ വേണമെന്നില്ല, തക്ബീറത്തുൽ ഇഹ്റാം മാത്രം മതി. അത് മതി എന്നുള്ളതിനെ തയ്യീദ് ചെയ്യുന്നുണ്ട്. വയു അയ്യിദുഹു ഖൗലുഹും, ആ തക്ബീറത്തുൽ ഇഹ്റാം മാത്രം വക്തിൽ സംഭവിച്ചാൽ മതി എന്ന് പറഞ്ഞ അർത്ഥം പറഞ്ഞില്ല, അതിന് തയ്യീദാണ്. എന്ത്? ഖൗലുഹും ലൗ അഹ്റമ ബിൽ ഉംറത്തി ആഖിറ ജുസീൻ മിൻ റമളാന, ഒരാളെന്ത് ചെയ്തു? ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തു, പിന്നെ റമളാൻ്റെ അവസാനത്തെ ജുസയിൽ, അവസാനത്തെ ജുസയിൽ എന്ന് പറഞ്ഞാൽ സൂര്യാസ്തമിക്കുന്നതിൻ്റെ ഒരു മിനിറ്റ് മുമ്പ് അല്ലേ. അതായത് ശവ്വാൽ ഒന്നിൻ്റെ പിന്നെ റമളാൻ 29 അല്ലെങ്കിൽ 30 സൂര്യാസ്തമിക്കുന്നതിൻ്റെ മുമ്പ്, 29 അന്ന് അങ്ങോട്ട് അസ്തമിക്കുകയും ചെയ്തു, എന്ത് ചെയ്തു? മാസം കാണുകയും ചെയ്തു. അങ്ങനെ പിന്നെ ശവ്വാലിൻ്റെ മാസം കണ്ടു എന്നർത്ഥം. അപ്പോൾ അങ്ങനെ ഇഹ്റാം ചെയ്തു. അപ്പോൾ വക്ക ബാക്കി ഇഹ്റാം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതൊക്കെ തവാഫും സഹയും തഅല്ലുലും എല്ലാം എന്തായി? ഫി ശവ്വാൽ മാസത്തിലാണ്. എന്നാൽ കാനത്ത് കൽ വാക്കിയത്തി കുല്ലിഹ ഫി റമദാന, ഈ ഉംറ മുഴുവൻ റമദാനിൽ ചെയ്ത പോലെയാണ് എന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ ഏത് വിഷയത്തിൽ? സവാബിൻ്റെ വിഷയത്തിൽ റമദാനിൽ ഉംറ ചെയ്ത ഹജ്ജ് ചെയ്ത കൂലിയാണെന്നല്ലേ, അപ്പോൾ ആ കൂലി ഇവിടെ കിട്ടും. പിന്നെ അത് അസ്ലി സവാബാണ് പറയുന്നത്, താമല്ല എന്ന് പറയുന്നുണ്ട്. ഏതായാലും സവാബ് വൈറഹു, സവാബ് അല്ലാത്ത വിഷയത്തിൽ. അല്ലാത്തതെന്ന് പറഞ്ഞാൽ റമദാൻ കഴിഞ്ഞ് ശവ്വാലിൽ ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ എന്താക്കേണ്ടി വരും? തമത്തുവിൻ്റെ ദമു കൊടുക്കേണ്ടി വരുമല്ലോ, അതിവിടെ നിർബന്ധമില്ല. ഇങ്ങനെ അപ്പം എന്ന പോലെ എന്താണ്? തക്ബീറത്ത് തഹറുമ മാത്രം ഇവിടെ സംഭവിച്ചാൽ മതി എന്നർത്ഥം. സുമ്മറായത്തു ഷെയ്ഖന, ഷെയ്ഖുൽ ഇസ്ലാം സക്കരിയൽ അൻസാരി റഹിമഹുല്ല, അവർ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ബഅദാൻ ദക്കറ, അപ്പം ഇത് അതിനെ തയ്യീദ് ചെയ്യും എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ കണ്ടത്. അതാണ് സുമ്മ എന്ന് പറഞ്ഞാൽ ബഅദാൻ ദക്കറ അന്നൽ അക്സരീന, അവിടെ ഫീമായൽ ഹറു എന്ന് ബഹ്സായിട്ടാണല്ലോ പറഞ്ഞത്. ഷെയ്ഖുന പറഞ്ഞ ആദ്യം കണ്ടെങ്കിൽ ഷെയ്ഖുന പറഞ്ഞതിനെ കളിയുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ കണ്ടെന്ന് തന്നെ. ബഅദാൻ ദക്കറ ഷെയ്ഖുന പറഞ്ഞതിന് ശേഷം എന്താ പറഞ്ഞ? അന്നൽ അക്സരീന, അക്സറുൽ സഹാബും അല അന്നൽ ഇആദത്ത ഖിസ്മുൻ, ഈ ആദത്ത് എന്ന് പറഞ്ഞാൽ ഖിസ്മാണോ ഖസീമാണോ എന്നുള്ള മസലയാണ് പറയുന്നത്. അത് ഖിസ്മുൻ മിനൽ അദായി, അദായിൽ നിന്നുള്ളൊരു ഖിസ്മാണ്. അഖസ്സു മിൻഹു,
അതിനേക്കാൾ അഹസ്സുമാണ്. അഹസ്സു മുത്തലക്കാണ്. അപ്പം അങ്ങനെ തന്നെ കിസ്മാവുമ്പോൾ അങ്ങനല്ലേ വരിക, അതിൻ്റെ ഒരു കിസ്മാണ്. അപ്പം അതാ തന്നെയാണ്, അത് മുആദത്തായതുകൊണ്ട് അല്ലാത്തതുകൊണ്ട് എന്നർത്ഥം. വഅന്നൽ ബൈളാവിയ്യ, പിന്നെ എന്ന പോലെ തന്നെ ഇമാം ബൈളാവി റഹിമഹുല്ലാഹ് ഫി മിൻഹാജിഹി, മിൻഹാജ് കിതാബ് ഉണ്ടല്ലോ ഉസൂലിൻ്റെ, പിന്നെ വത്തബിഅഹു തഫ്താസാനിയു, ഇമാം സഅദുദ്ദീൻ തഫ്താസാനി റഹിമഹുല്ലാഹ് ഇമാം ബൈളാവി പറഞ്ഞതിനോട് താബിയായിട്ടുണ്ട്. അവരൊക്കെ ഉസൂലിൻ്റെ അയിമത്ത. അലാ അന്നഹ ഖസീമുൻ ലഹു, അവർ രണ്ടാളും എന്തിൻ്റെ മേല, ഇത് അദാഇന്റെ ഖിസ്മല്ല ഖസീമാണ്, അതുപോലെ മറ്റൊരു ഖിസ്മാണ്. അപ്പോൾ മൊത്തം 3 ഉണ്ടാവും. അദാ, മുആദത്ത്, ഖളാ, ഇങ്ങനെ 3 ഖിസ്മ. മറ്റേ അദാ 2 ഖിസ്മ്, മുആദത്തായതും അല്ലാത്തതും, പിന്നെ ഖളാ 1 ഖിസ്മ, അങ്ങനെയുള്ളൂ. അങ്ങനെ പറഞ്ഞ് നാസിറുദ്ദീൻ അൽ ബൈളാവി റഹിമഹുല്ലാഹ് പറഞ്ഞ്, സൈദുദ്ദീൻ തഫ്താസാനി റഹിമഹുല്ലാഹ് അങ്ങനെയും പറഞ്ഞു. ഖാല, ഇമാം തഫ്താസാനി ഷാഫിയാണോ ഹനഫിയാണോ എന്നുള്ളതിൽ ഖിലാഫുണ്ട്. ഞാൻ മനസ്സിലാക്കിയ മൂപ്പര് ഹനഫിയാണെന്നാ. പിന്നെ ഖാല, എന്നാലിത് ഉസൂലിൻ്റെ മസലയായതുകൊണ്ട് ഇവിടെ എന്താക്കാം, നക്കലിയാലോ. എന്നിട്ട് ഖാല വയൂഖദു, ആര് പറഞ്ഞു എന്നാ, ഷേഖുന പറഞ്ഞു അല്ലേ, ബഅദ അൻ ദക്കറ ഖാലാന്നാ, ഇത് പറഞ്ഞതിൻ്റെ ശേഷം എന്താണ്, റഅയ്തു ഷേഖന ഖാല. അപ്പം ആദ്യം എന്താ പറഞ്ഞ, അന്നൽ അക്സരീന അന്നൽ ബൈളാവിയ, ഇത് രണ്ടും അവർ പറഞ്ഞ, ഷേഖുന പറഞ്ഞതിന് ശേഷം ഖാല പറഞ്ഞത് ഞാൻ കണ്ടു. എന്ത് പറഞ്ഞ കണ്ടു, വയൂഖദു മിൻ കൗനിഹ ഖിസ്മൻ മിനൽ അദായി, ഈ യാദത്ത് അദായിൻ്റെ ഖിസ്മാണ് എന്ന് പറഞ്ഞല്ലോ അക്സറുൽ അസ്ഹാബും, അതിൽ നിന്ന് പിടിക്കപ്പെടാം. എന്ത് പിടിക്കപ്പെടാം, ഐ വഹുവ സ്വവാബു, അതാണ് ശരി, അതിൽ നിന്ന് പിടിക്കപ്പെടാം. അന്നഹ തുത്ലബു, ആ യാദത്ത് മത്ലൂബത്താണ്. വതകൂനു യാദത്തൻ ഇസ്തിലാഹിയത്തൻ അല സഹീഹി, സഹീഹ് അനുസരിച്ച് അത് എന്ത് ഇസ്തിലാഹിയായ യാദത്ത് തന്നെയാണ്. പിന്നെ വയില്ലം യബ്ഖ മിനൽ വഖ്തി മായസറകഅതൻ എന്ന് പറഞ്ഞു കണ്ടോ, അത് മത്ലൂബാണ്. ഇസ്തിലാഹിയായ യാദത്ത് എന്ന് പറഞ്ഞാൽ നേരത്തെ എന്താണ് ഉസൂലിക്കാർ പറഞ്ഞ അതന്നെ. പിന്നെ ഈ സമയത്തിൽ നിന്ന് 1 റക്അത്തിനുള്ള സമയമല്ലാതെ ബാക്കിയില്ല, എന്നാലും മത്ലൂബാണ്. ഇന്ദഹ. പിന്നെ അപ്പോൾ 1 റക്അത്ത് എന്ന് പറഞ്ഞത് ഇത് അല്ലേ, മറ്റേതോ 1 റക്അത്ത് വേണ്ട, തക്ബീറത്തുൽ ഇഹ്റാം എന്നാൽ മതി. വഹുവ മുവാഫിഖുൻ, അപ്പോൾ ആ ഷേഖുന പറഞ്ഞത്, ഞാൻ പറഞ്ഞ മുവാഫിഖുൽ ലിമാ ദക്കർതുഹു, ഞാൻ പറഞ്ഞതിനോട് യോജിച്ചതാണ് പറഞ്ഞത്. അതായത് നിസ്കാരം പൂർണ്ണമായിട്ടും എന്തു വേണ്ട, രണ്ടാമത്തെ നിസ്കാരം പൂർണ്ണമായിട്ടും വക്തിൽ വേണമെന്നില്ല എന്ന നിലക്ക് 2 യോജിക്കുന്നുണ്ട്. ഇല്ലാ അന്നഹു, പക്ഷേ ആ ഷേഖ് പറഞ്ഞത് ലാ യുവാഫിഖു കലാമൽ ഉസൂലിയ്യീന ഫീ തഅരീഫിൽ അദായി. പിന്നെ ഷേഖുന പറഞ്ഞത് എന്നപോലെ ഞാൻ പറഞ്ഞതും 2 യോജിപ്പാകുമ്പോൾ 2 യോജിക്കുന്നില്ല. ഉസൂലിങ്ങളുടെ കലാമിനോട് യോജിക്കുന്നില്ല. ഏത് വിഷയത്തിൽ, ഫി തഅരീഫിൽ അദായി, അദാഇൻ്റെ തഅരീഫിൽ അവർ പറഞ്ഞതിനോട് യോജിക്കുന്നില്ല. വലാ കലാമൽ ഫുഖഹ, ഈ ഫുഖഹാഇൻ്റെ കലാമിനോട് അതും യോജിക്കുന്നില്ല. പിന്നെ ഇല്ല, എന്താണ് അവർ പറഞ്ഞത്, മിൻ ഇഷ്തിറാത്ത് റക്അത്തിൻ, 1 റക്അത്ത് ഷർത്തുണ്ട് എന്നാണല്ലോ അവർ പറഞ്ഞത്. അതാ ആകണമെങ്കിൽ 1 റക്അത്ത് വക്തിൽ കിട്ടണം. വൈല്ലം യബ്ഖ മിനൽ വക്തി മായസ റക്അത്തൻ എന്ന് പറഞ്ഞത് 1 റക്അത്തിന്റെ സമയം വേണമെന്നല്ല അല്ലേ, വൈല്ലം യബ്ഖ എന്നല്ലേ. അപ്പോൾ 1 റക്അത്തിന്റെ സമയം വേണ്ട, 1 റക്അത്തിന്റെ സമയം ഇല്ലെങ്കിലും എന്നാണ് ഷെയ്ഖുന പറഞ്ഞത് അല്ലേ. അപ്പം അതിനെ 2 ഒന്ന് തന്നെ. അപ്പം ഇവരെന്താണ് 1 റക്അത്ത് വേണമെന്ന് പറഞ്ഞു, അവർ പറഞ്ഞതിനോട് യോജിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ഷെയ്ഖുന പറഞ്ഞു 1 റക്അത്ത് വേണ്ടാന്നാ. അപ്പം അത് ഉംറന്റെ മസലയാണ് നദീർ. വൈന്നമല്ലതി യുവാഫിഖുൽ അവ്വല, എന്നാൽ ഉസൂലിങ്ങളുടെ കലാമിനോട് യോജിക്കുന്നത് എന്താണ്, ബഹ്സു ഇസ്തിറാത്തി വഖൂഇ കുല്ലിഹാ ഫിൽ വഖ്തി, മുആദത്ത് മുഴുവൻ എന്താക്കണം, വക്തിൽ സംഭവിക്കണം എന്ന് ഷർത്താക്കിയ ബഹ്സാണ്. ലാക്കിന്നഹു മഅ ദാലിക ബഈദുൻ, പക്ഷെ അത് ആ ബഹ്സ് ബഈദാണ്. ഉസൂലിക്കാർ പറഞ്ഞത് അങ്ങനെ. അപ്പോൾ ഉസൂലിക്കാരുടെ താരീഫ് അനുസരിച്ച് എന്താണ്, നിസ്കാരം അതാ ആകണം എന്നുണ്ടെങ്കിൽ
നിസ്കാരം മുഴുവൻ വക്തിൽ കിട്ടണം എന്ന് വരും. ഫുഖഹായിന്റെ കലാമാണ് നമ്മൾ മുമ്പ് എന്താണ് ഇതിൽ പറഞ്ഞത്, ഒരു റക്അത്ത് കിട്ടിയാൽ അതാ ആണ് എന്ന് പറഞ്ഞത് അല്ലേ. അങ്ങനെ ആയിരിക്കണം പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാലല്ല ഇന്നമല്ലതി യുവാഫിക്കുള്ള പോലെ ബഹ്തുസ്തിറാത്തി ഉക്കൂഴി കുല്ലിഹ ഫിൽ വക്തി എന്ന് പറയാ. പിന്നെ ലാക്കിന്നഹു മഴതാലിക്ക ബഴീദൻ, പക്ഷെ ആ ഉസൂലിക്കാർ പറഞ്ഞത് ബഴീദാണ്, അല്ല ബഹ്സ് ബഴീദാണ്. ഉസൂലിക്കാരോട് യോജിക്കുന്നുണ്ട്, പക്ഷെ ബഹ്സ് ബഴീദാണ്. അന്നെന്താലി അന്നൽ മദാറ ഫിൽ ഫുറൂഇൽ ഫിഖ്ഹിയ്യത്തി, ഫിഖ്ഹിയായ ഫുറൂഇലെ അടിസ്ഥാനം എന്തിൻ്റെ മേല, അലാമ യുവാഫിഖു കലാമൽ ഫുഖഹായി, ഫുഖഹായിന്റെ കലാമിനോട് യോജിക്കുന്നതാണ്. ലൽ ഉസൂലിയീൻ, ഉസൂലിക്കാരുടെ കലാമിനോട് യോജിക്കുന്നതല്ല. അപ്പൊ ഫല്ലദി യത്തജിഹുല്ലാൻ, അപ്പൊ ഇപ്പൊ ന്യായമാകുന്നത് അത് ഉസൂലിക്കാരുടെ കലാമിനോട് യോജിക്കുന്നതല്ല എന്ന് പറയാൻ കാരണം അത് അവര് കായികയല്ലേ പറയാ, അതിൽ ഇസ്തിസ്നാവും അങ്ങനെ പലതും ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന് സാധ്യത ഉള്ളത് കൊണ്ടാണ് ഫുഖഹ ആണ് അതെല്ലാം എന്താണ് ആ കായിക നോക്കിയിട്ട് ഇസ്തിസ്ന ചെയ്യലും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യല്. അല്ലെങ്കിൽ കായിക അമ്മായിരിക്കും, അതിൽ തഖ്സീസൊക്കെ ഉണ്ടാവും. പിന്നെ അപ്പൊ ഫല്ലദി യത്തജിഹുല്ലാൻ, അപ്പൊ ഇപ്പൊ ന്യായമായി തോന്നുന്നത്, അപ്പൊ ഇപ്പൊ ന്യായമായി തോന്നുന്ന പറഞ്ഞാൽ നേരത്തെ തോന്നിയ എന്താ തക്ബീറത്തുൽ ഇഹ്റാം മാത്രം മതി എന്നുള്ളതാ. ഫുഖഹാന്റെ കലാമിനോട് യോജിച്ചതാണല്ലോ പറയേണ്ടത് എന്ന് പറഞ്ഞപ്പോ ഇപ്പൊ എനിക്ക് മനസ്സിലാകുന്ന എങ്ങനെയാണ്. ഇഷ്തിറാത്തു റക്അത്തിൻ വൈൻകാന ലാഹിറുൽ മജ്മൂഇ അയ്യിദു ഇഷ്തിറാത്തൽ കുല്ലി. കണ്ടോ, ഒരു റക്അത്ത് വക്തിൽ കിട്ടണം എന്നാലേ മടക്കൽ സുന്നത്തുള്ളൂ, തക്ബീറത്തുൽ ഇഹ്റാം പോരാ. വൈൻകാന ലാഹിറുൽ മജ്മൂഇ, ഏതവസ്ഥയിൽ മജ്മൂഇന്റെ ലാഹിർ അയ്യിദു ഇഷ്തിറാത്തൽ കുല്ലി, മുഴുവൻ എന്താണ് വക്തിൽ കിട്ടണം എന്ന ഷർത്തിനെ തയ്യീദ് ചെയ്യുന്നുണ്ടെങ്കിലും അപ്പോൾ ഉസൂലിക്കാരുടെ കലാമിനോട് യോജിക്കുന്നുണ്ട്. അപ്പോൾ ഒരു റക്അത്ത് കിട്ടിയാലേ മടക്കൽ സുന്നത്തുള്ളൂ എന്നർത്ഥം. ഇനി വലവ് വക്തൽ കറാഹത്തി, വക്തിൽ മടക്കുക എന്നല്ലേ പറഞ്ഞത്, അത് കറാഹത്തിന്റെ വക്താണെങ്കിലും അസർ മടക്കുമ്പോൾ കറാഹത്തിന്റെ വക്ത് വരുമല്ലോ, സുബൈ മടക്കുമ്പോൾ കറാഹത്തിന്റെ വക്ത് വരുമല്ലോ. ഇമാമൻഖാനവും മൗമൂമൻ, അത് പിന്നെ ഫില്ലൂല വിസാനീത്തി, ഒന്നാമത്തത് ജമായത്തായി നിസ്കരിച്ചെങ്കിൽ ചിലപ്പോൾ ഇയാൾ ഇമാമായിരിക്കും ഒന്നാമത്തിൽ, അല്ലെ ഒന്നാമത്തേൽ മൗമൂമായിരിക്കും എന്നപോലെ. രണ്ടാമത്തെ ഏതായാലും ജമാഅത്തായി നിസ്കരിക്കണമല്ലോ, അതാ. അപ്പോ ഇമാമായാലും ശരി മൗമൂമായാലും ശരി, അവിടെ ഫില്ലൂല ഒന്നാമത്തേല്, അവിസാനിയത്തി രണ്ടാമത്തേലും ഇമാമായാലും മൗമൂമായാലും മടക്കല സുന്നത്തുണ്ട്. ഖബരി സഹീഹി, മടക്കൽ യാദത്ത് സുന്നത്തുണ്ട് എന്നുള്ളതിന് തെളിവ് പറയുന്നത് അന്നഹു സല്ലല്ലാഹു തആല അലൈഹി വസല്ലം ലമ്മാ സല്ലമ മിൻ സലാത്തി സുബ്ഹി, സുബ്ഹി നിസ്കാരത്തിൽ സലാം കിട്ടി. പിന്നെ ബി മസ്ജിദുൽ ഖൈഫി, മസ്ജിദുൽ ഖൈഫിൽ വെച്ചിട്ടാ. അപ്പോൾ ഹജ്ജിലാണ് നർത്ഥം, നല്ല മസ്ജിദുൽ ഖൈഫിൽ പോലെ ഉണ്ടാവുള്ളൂ. ആ റജുലൈന് ലം യുസല്ലിയ, അപ്പോൾ നോക്കുമ്പോൾ രണ്ടാൾക്കാർ നിസ്കരിച്ചിട്ടില്ല, രണ്ടാൾക്കാർ അവിടെ മാറിയിരിക്കുന്നുണ്ട്. സലാം വീട്ടി തിരിഞ്ഞപ്പോഴേ, സലാം വീട്ടി സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ എല്ലാവരും അവിടെ ഇരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദിക്റും ദുആയും എല്ലാം കഴിഞ്ഞിട്ടല്ലേ എഴുന്നേൽക്കുള്ളൂ. അപ്പോൾ എല്ലാവരും ഇരിക്കുക. അപ്പോൾ ഉണ്ട് ബാക്കിൽ രണ്ടാൾക്കാർ ഇങ്ങനെ മാറിയിട്ടുണ്ട്. ലം യുസല്ലിയ, അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജമാഅത്തിന്റെ കൂടെ നിസ്കരിച്ചിട്ടില്ല. ഫസാല ഹുമാ, അപ്പൊ രണ്ടാളും വിളിച്ചിട്ട് എന്താ നിങ്ങൾ നിസ്കരിക്കാൻ ചെന്ന് ചോദിച്ചു. അപ്പൊ ഫഖാല, അവർ രണ്ടാളും പറഞ്ഞു സല്ലൈന ഫി റിഹാലിന, നമ്മൾ നബിയെ നമ്മളെ റിഹാലിൽ നിസ്കരിച്ചു. അതെ, അത്രയാകുമ്പോഴാണല്ലോ റിഹാല്, അവിടെ ടെന്റിൽ നിസ്കരിച്ച് വരികയാണ്. അപ്പൊ ഇവിടെ വേറെ നമ്മൾ നിസ്കരിച്ച് കഴിഞ്ഞ് വന്നതുകൊണ്ട് എന്തായി, ഇവിടെ ജമാഅത്ത് ഉണ്ടെങ്കിലും കൂടിയിട്ടില്ല, നമ്മൾ നിസ്കരിച്ച് വരികയല്ലേ. അപ്പൊ ഫഖാല, അപ്പൊ അവര് ഈ ജമാഅത്തിൽ കൂടുതൽ മത്ലൂബ എന്നുള്ള അവർക്കറിയില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇദാ സല്ലൈതുമാ ഫീ റിഹാലികുമാ സുമ്മ അത്തൈതുമാ മസ്ജിദ ജമാഅത്തിൻ ഫസല്ലിയാഹാ മഅഹും ഫഇന്നഹാ ലകുമാ നാഫിലത്തുൻ. അപ്പൊ നിങ്ങള് റിഹാലിൽ നിസ്കരിച്ചു, എന്നിട്ട് എന്താണ് ജമാഅത്ത് നടക്കുന്ന പള്ളിയിൽ വന്നു എന്ന് പറഞ്ഞാൽ ജമാഅത്ത് കിട്ടിയിരുന്നു, പള്ളി എന്ന് പറഞ്ഞാൽ കൈതല്ലല്ലോ. ഫസല്ലിയാഹ മാഹും, എന്നാൽ എന്താക്കണം, ആ ജമാഅത്തിന്റെ കൂടെ നിങ്ങൾ നിസ്കരിക്കണം. ഫഇന്നഹാ ലകുമാ നാഫിലത്തുൻ, ആ നിസ്കാരം നിങ്ങൾക്ക് നാഫിലത്താണ്, പുണ്യമുള്ള കാര്യമാണ്. പിന്നെ വസല്ലൈത്തുമാ എന്ന് പറഞ്ഞത് യസ്ദുഖു ബിൽ ഇൻഫിറാദി വൽ ജമാഅത്തി, നിങ്ങൾ രണ്ടാളും നിസ്കരിച്ചാൽ എന്നാണല്ലോ പറഞ്ഞത്. എങ്ങനെ നിസ്കരിച്ചാൽ എന്ന് പറഞ്ഞോ, ഇല്ല ഒറ്റക്ക് നിസ്കരിച്ചാലും പറയാൻ സല്ലൈത്തുമാന്ന്, ജമാഅത്തായി നിസ്കരിച്ചാലും പറയാൻ സല്ലൈത്തുമാന്ന്. അപ്പൊ അതുകൊണ്ടാണ് ആദ്യത്തേത് എങ്ങനെയായാലും കുഴപ്പമില്ല, രണ്ടാമത്തേത് ജമാഅത്തായി നിസ്കരിക്കണം. കാരണം ഇവിടെ ജമാഅത്തായി നിസ്കരിക്കണം എന്നാണല്ലോ പറഞ്ഞത്.
സുമ്മ അത്തൈത്തുമാ മസ്ജിദ ജമാഅത്തിൻ ഫസല്ലിയാഹാ മഅഹും. അങ്ങനെ. അപ്പൊ വേറെ എന്താണ് മടക്കാൻ പറ്റൂല എന്ന് പറഞ്ഞത് എന്താണ് ചില ഹദീസുകളുണ്ട്, അതിന് മറുപടി പറയുന്നത് വഖബറു മൻസല്ലാ വഹദഹു സുമ്മ അദ്റക ജമാഅത്തൻ ഫൽയുസല്ലി ഇല്ലൽ ഫജ്റ വൽ അസ്റ. ഒരാൾ ഒറ്റക്ക് നിസ്കരിച്ചു, സുമ്മ അദ്റക ജമാഅത്തൻ, പിന്നെ ജമാഅത്ത് കിട്ടി, എന്നാൽ ഫൽയുസല്ലി മടക്കി നിസ്കരിക്കട്ടെ, പക്ഷെ അതന്നെ ഇല്ലൽ ഫജ്റ വൽ അസ്റ, ഫജ്റും അസ്റും ഒഴിച്ച്. അപ്പൊ ഈ ഹദീസിൽ രണ്ട് പ്രശ്നമുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒറ്റക്ക് നിസ്കരിക്കണം, എന്നിട്ട് ജമാഅത്തിൽ മടക്കണം എന്നാ. അതിപ്പോ നമ്മൾ പറഞ്ഞതിനെതിരാണ്. പിന്നെ ഫജ്റും എന്ന പോലെ അസ്റും മടക്കരുത് എന്ന് പറഞ്ഞു അല്ലെ, അതും പറഞ്ഞതിനെതിരാണ്. അപ്പൊ അതിന് രണ്ടും എന്താണ് മറുപടിയാണ് ഈ ഹദീസ് ആകുന്നത് ഉഇല്ല ബിൽ വഖഫി, ഇത് മൗഖൂഫാണ്, മർഫൂ ആയിട്ടില്ല എന്ന നിലക്ക് ആ ഹദീസ് മഅലൂലാണ് എന്നർത്ഥം. ഉഇല്ല, ആ ഹദീസിന് കേടുണ്ട്, എന്താണ് വഖഫ് കൊണ്ട് കേടുണ്ട്. വറുദ്ദ, അപ്പൊ ആദ്യത്തെ ഹദീസോ അത് എന്താണ് മൗഖൂഫല്ല, മർഫൂആണ്. വറുദ്ദ എന്ന് പറഞ്ഞു ഇല്ല ബിൽ വഖഫീന്ന്. അപ്പൊ അതിന് മറുപടി അത് ശരിയായില്ല, പറഞ്ഞത് ശരിയായില്ല. അതാ വറുദ്ദ. ഇല്ല ബിൽ വഖഫി എന്ന് പറഞ്ഞ അത് തള്ളപ്പെട്ടു. ബി അന്ന സിഖത്തൻ വസലഹു, വേറെ എന്താണ് ഒരു സിഖത്തായ റാവി ഹദീസിനെ വസ്ല് ചെയ്തിട്ടുണ്ട്, റഫഅ് ചെയ്തിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് തന്നെ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു തരീക്ക് മൗഖൂഫാണ്, മറ്റേ മർഫൂവാണ്. അപ്പൊ ഈ മൗഖൂഫിന്റെ പേരിൽ ഹദീസിനെ എന്താക്കാൻ തള്ളാൻ പറ്റൂലല്ലോ, ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ആ റദ്ദിന് മറുപടി ആദ്യം എന്താണ് ആ ഹദീസിന് അങ്ങനെ മറുപടി പറഞ്ഞു, അത് ശരിയായില്ല എന്ന് പറഞ്ഞു. അത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ ശരിയായില്ല എന്ന് പറഞ്ഞാൽ പിന്നെ മറുപടി പറയുന്നു ഇജാബു, ആ റദ്ദിന് മറുപടി പറയാം ബി അന്നൽ മുസർരിഹ ബിൽ ജവാസി ഫിൽ വഖ്തൈനി. പിന്നെ അപ്പോ സരീഹാക്കിയ ആള് എന്ന് പറഞ്ഞാല് ഈ സിഖത്ത് തന്നെ അല്ലെ, വസിലാണെങ്കിലും മറ്റേ ആദ്യത്തെ ഹദീസ് മുന്തിച്ചിട്ട് ഫജ്റും അസറിന്റെ ശേഷം നിസ്കരിക്കുക, ആദ്യത്തെ പിന്നെ ഒറ്റക്കാകണമെന്നില്ല, ജമാഅത്തായാലും കുഴപ്പമില്ല എന്ന് വരുന്ന രീതിയിൽ ഇതിന് മറുപടി എന്താ ബി അന്നൽ മുസർരിഹ ബിൽ ജവാസി ഫിൽ വഖ്തൈനി. കണ്ടോ, ഈ രണ്ട് സമയത്തും അസറിന്റെയും ഫജറിന്റെയും ശേഷമുള്ള ആ രണ്ട് സമയത്തും ജായിസാണ് എന്ന് സ്വരീഹാക്കുന്ന ആ മുസർരിഹ് അസഹു മിൻഹു, ഈ ഹദീസിനേക്കാൾ അസഹാണ്. അപ്പൊ അസഹ താറൽ വരുമ്പോ അസഹ നോക്കിയിട്ട് തർജീഹാക്കുമല്ലോ, അങ്ങനെയാണ് എന്നർത്ഥം. വഹുവൽ ഖബറുൽ അവ്വലു, അതൊന്നാമത്തെ ഹദീസാണ്. അങ്ങനെ പറ്റുമെന്ന് പറഞ്ഞാല് അവിടെ എന്താണ് ആ സുബൈ എന്നല്ലേ നിസ്കരിച്ചു വന്നത്, അവർ രണ്ടാളും സുബൈ നിസ്കരിച്ചിട്ടാണല്ലോ വന്നത് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹിയിൽ നിന്ന് സലാം കിട്ടിയെന്നല്ലേ പറഞ്ഞേ. അപ്പോ ഇനി വൽ ഖബറുൽ ആഖറു, വേറൊരു ഹദീസാകുന്നത് വ ഖബറു മൻ സല്ല, അതിന്റെ മേലെ അത്ഫ, ഇതിനും മറുപടി പറയണം. ഓഹു, എന്താ ഹദീസ്? അന്ന റജുലൻ ദഖല ബഅദ സലാത്തിൽ അസ്രി, അസ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിൽ വന്നു. ഫഖാല സല്ലല്ലാഹു തആല അലൈഹി വസല്ലം, വൽ ഖബറുൽ ആഖറു എന്ന് പറഞ്ഞത് എന്താണ്, അൽ ഖബറുൽ അവ്വലു എന്ന് പറഞ്ഞാൽ വ ഖബറു അതിന്റെ മേലെ അത്ഫല്ല, വഹുവൽ ഖബറുൽ അവ്വലു വൽ ഖബറുൽ ആഖറു എന്നാ. ആ രണ്ടു വക്തിലും പറ്റും എന്ന് സരീഹാക്കുന്ന ഹദീസ് അസഹാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറഞ്ഞ എന്താണ് ഇതില് സുബൈന്റെ ശേഷം പറ്റുന്നല്ല ആയിട്ടുള്ളൂ, അസറിന്റെ ശേഷം പറ്റുന്ന ഇടയുള്ളത്, അതിനാ വേറെ ഹദീസ് എന്ന് പറഞ്ഞത്. വഹുവൽ ഖബറുൽ അവ്വലു, രണ്ടു വക്തിലും പറ്റും എന്ന് സരീഹാക്കുന്ന ആ ഹദീസ് ബി അന്നൽ മുസർരിഹ എന്ന് പറഞ്ഞാൽ ബി അന്നൽ ഖബറൽ മുസർരിഹ എന്നർത്ഥം. അത് ഒന്നാമത്തെ ഹദീസാണ്, വേറൊരു ഹദീസുമാണ്. ഓഹുവ, ഏതാണ് ആ ഹദീസ്? അന്ന റജുലൻ, ഒരാള് ദഖല ബഅദ സലാത്തി അസ്രി, അസ്ർ നിസ്കാരം കഴിഞ്ഞിട്ടൊരു സഹാബി പള്ളിയിൽ വന്നു എന്ന് പറഞ്ഞാൽ ആടെ ജമാഅത്ത് കഴിഞ്ഞ് നടത്താം. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു മൻ യതസദ്ദഖ അലാ ഹാദാ, ഇയാൾക്കാരാ സദഖ കൊടുക്കാന്ന് ചോദിച്ചു. സദഖ കൊടുക്കാന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കാന്നല്ല, അതാ ഫയുസല്ലി മഅഹു, അയാളെ കൂടെ നിസ്കരിക്കുക. അപ്പൊ അയാൾക്ക് ജമാഅത്തിന്റെ കൂലി കിട്ടൂല, അപ്പൊ ആ സവാബ് കിട്ടുക എന്നുള്ള നിലക്ക് അതൊരു സദഖയാണല്ലോ. ഫസല്ലാ മഅഹു റജുലുൻ, അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഒരാൾ നിസ്കരിച്ചത് ആരായിരുന്നു? അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയി കൂടെ നിസ്കരിച്ചത്. കമാ ബി സുനനിൽ ബൈഹഖി, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ചത് എന്നുള്ളത് ബൈഹഖിയിലുള്ളത്. പിന്നെ ഫീഹി നദ്ബു സ്വലാത്തി മൻ സല്ലമ അദ്ദാഖിലി വ നദ്ബു ഷഫാഅത്തി. അപ്പൊ ഈ ഹദീസിൽ അസ്ർ കഴിഞ്ഞിട്ട് നിസ്കരിക്കാൻ തോന്നുന്നു അല്ലെ, ജമാഅത്ത് കഴിഞ്ഞിട്ട് മടക്കാം. ഈ രണ്ട് ഹദീസ്.
ഇനി അപ്പൊ ഇത് രണ്ടും അസഹാണെന്ന് മറുപടി പറയാന്നത്. ഇനി ഫീഹി ഈ പറഞ്ഞ ഹദീസിലുണ്ട്, ഈ ഖബറുൻ ആഖറിലുണ്ട് നദുബു സ്വലാത്തി മൻസല്ലമായ ദാഖിലി, പിന്നെ സുന്നത്താണെന്നുള്ളത് ഈ ഹദീസിലുണ്ട്. സ്വലാത്തി മൻ ഒരാളുടെ നിസ്കാരം സുന്നത്താണ്, സല്ലമായ ദാഖിലി ഈ വന്ന ആളുടെ കൂടെ എന്താണ് നിസ്കരിച്ച ആളുടെ നിസ്കാരം സുന്നത്താണ്. അതാണ് സിദ്ദീഖ് റളിയല്ലാഹു അവിടെ ജമാഅത്തായി നിസ്കരിച്ചിരിക്കുക. അപ്പോ മയ്യത്തസദ്ദഖൂന്നല്ലേ പറഞ്ഞേ, അപ്പൊ അത് നദുബാന്നല്ലേ കിട്ടുള്ളൂ. അതാണ് ദാഖിലി, സദക്ക സുന്നത്താണ്, എന്നപോലെ കൂടെ നിസ്കരിച്ചു കൊടുക്കലും സുന്നത്താണ്. പിന്നെ വനദുബു ഷഫാഅത്തി മല്ലം യുരിദി സ്വലാത്ത മാഹു ഇലാമ യുസല്ലി മാഹു. അപ്പോ ഇങ്ങനെ ഒറ്റക്ക് ജമാഅത്ത് ഇല്ലാത്ത ഒരാളുടെ കൂടെ നിസ്കരിക്കാൻ ഇയാൾ വിചാരിക്കുന്നില്ലെങ്കിലോ വേറൊരാളോട് ഷഫാഅത്ത് ചെയ്യുക, അയാളെ കൂടെ നിസ്കരിക്കുക എന്ന് പറയുക, അതും സുന്നത്താന്ന് ഇതിലുണ്ട് കേട്ടോ. വനദുബു ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ നിസ്കരിച്ചിട്ടില്ല, ഉദ്ദേശിച്ചില്ല, അപ്പോൾ വേറെ ആരാ ചെയ്യാന്ന് ചോദിച്ചിട്ട് ഒരാളെ കൂട്ടിക്കൊടുത്തു, അത് സുന്നത്താണ്. വനദുബു ഈ ഹദീസിൽ സുന്നത്താന്നുണ്ട്. ഷഫാഅത്തിമൻ ഒരാൾ ഷഫാഅത്ത് ചെയ്യുക, ലം യുരിദി സ്വലാത്ത നിസ്കരിക്കാൻ വിചാരിക്കുന്നില്ല, മാഹു ദാഖിലിന്റെ കൂടെ നിസ്കരിക്കാൻ വിചാരിക്കുന്നില്ല, എന്നാൽ ഷഫാഅത്ത് ചെയ്യുക ആരോട്, ഇലാമൻ ഒരാളോട് ഷഫാഅത്ത് ചെയ്യുക, യുസല്ലി മാഹു ആ ദാഖിലിന്റെ കൂടെ നിസ്കരിക്കുന്ന ഒരാളോട് ഷഫാഅത്ത് ചെയ്യുക. അന്നൽ മസ്ജിദൽ മത്റൂഖ എന്ന പോലെ മത്റൂഖായ പള്ളി, ഇതിപ്പോ മത്റൂഖായ പള്ളിയാണല്ലോ, മദീനത്തെ പള്ളിയിലല്ലേ, ലാ തുക്റഉ ഫീഹി ജമാഅത്തുൻ ബഅദ ജമാഅത്തിൻ, ഒരു ജമാഅത്ത് കഴിഞ്ഞാൽ വേറെ ജമാഅത്ത് കറാഹത്തില്ല എന്നും അതിലുണ്ട്. ഹനഫി മദ്ഹബ് അനുസരിച്ച് പിന്നെ ജമാഅത്ത് കറാഹത്താണെന്നാ. പിന്നെ കദാഫിൽ മജ്മൂഅ് വഫീഹി നദറുൻ, മത്റൂഖായ പള്ളിയിൽ വേറെ ജമാഅത്ത് കറാഹത്തില്ല എന്ന് പറഞ്ഞ മസല അത് ശരിയാവൂല ഇവിടെ. കാരണം എന്താ, ഇതിൽ ജമാഅത്തു സാനിയത്തു ഹുനാബി ഇതിനിൽ ഇമാമി, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണല്ലോ സമ്മതിച്ചത് ജമാഅത്ത് നിസ്കരിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ അവിടുത്തെ റാത്തിബായ ഇമാമ്. അപ്പോൾ റാത്തിബായ ഇമാമിന്റെ സമ്മതത്തോടു കൂടെ അല്ലേ വേണ്ടിയ, അപ്പൊ സമ്മതം ഉണ്ടല്ലോ. മത്റൂഖായ പള്ളിയാണ്, പിന്നെ അപ്പൊ അത് ഇവിടുന്ന് പറഞ്ഞുകൂടാന്നർത്ഥം. പിന്നെ സമ്മതം ഇല്ലാതെ പറ്റൂല്ലേ എന്നുള്ളതാ മസല. അപ്പോൾ സമ്മതം ഇല്ലാതെ തന്നെ പറ്റും എന്നാണ് ആ പറയുന്നത്. അതിനെ പറഞ്ഞത് അല്ല, ഇവിടെ സമ്മതത്തോടു കൂടെയാണല്ലോ. അപ്പോൾ അവിടെ എന്ത് പിന്നെ പറയുന്നതിൽ പെട്ടതല്ലല്ലോ ഇത്. പിന്നെ അന്ന അക്കല്ലൽ ജമാഅത്ത് ഇമാമും മാമൂമൻ എന്നതും ഉണ്ട് ഈ ഹദീസിൽ. അന്ന ഫീഹി നദുബു സലാത്തി മൻസല്ല എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ മേലെത്തുക. അപ്പൊ ഫീഹി അന്ന അക്കല്ലൽ ജമാഅത്തി ഇമാമും മാമൂമൻ, ജമാഅത്തിൽ ചുരുങ്ങിയത് ഇമാമും മാമൂമും മതി എന്നുള്ളത് അതുണ്ട് ഈ ഹദീസിൽ. കാരണം കടന്നു വന്ന ആളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രണ്ടാളല്ലേ നിസ്കരിച്ചേ. ഇനി വജവ്വസ ഷാരിഹുൻ അല്ലി ആദത്ത് അക്സറ മിമ്മറ, നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു തവണ മടക്കുക, ഒന്നിലധികം തവണ മടക്കാം എന്ന് ഒരു ഷാരിഹ് ജായിസാക്കിയിട്ടുണ്ട്, മിന്നാജിന്റെ ഒരു ഷാരിഹ്. വഖാല എന്നിട്ട് ആ ഷാരിഹ് പറഞ്ഞു ഇന്നഹു മുഖ്തല കലാമിഹിം, അതാണെന്ത് അസ്ഹാബിന്റെ കലാമിന്റെ മുഖ്തല എന്ന് പറഞ്ഞു. എന്നിട്ട് ഇതും പറഞ്ഞു അന്നത്തഖീദ ബിൽ മറത്തി ലം യഅ്തമിദുഹു സിവൽ അദ്റഇയ്യു വസ്സർകശിയു. അന്നാണ് ഇവിടെ എന്താണ് ലബുത്താക്കി, അന്നല്ല ഇന്നല്ലേ. ഖാല ഇന്നഹു മുഖ്തല കലാമിഹിം വ ഇന്നത്തഖീദ എന്നല്ലേ വേണ്ടത്. അപ്പൊ ഇന്നത്തഖീദ ബിൽ മറത്തി ഒരു തവണ കൊണ്ട് കൈതാക്കൽ, ലം യഅ്തമിദുഹു അതിനെ മുഅ്തമദാക്കിയിട്ടില്ല, സിവൽ അദ്റഇയ്യു വസ്സർകശിയു റഹിമഹുമുല്ലാഹു തആല, ഇവർ രണ്ടാളുമേ മുഅ്തമദാക്കിയിട്ടുള്ളൂ എന്നൊരു ഷാരിഹ് പറഞ്ഞു. ഇന്ദഹ ഷാരിഹ് പറഞ്ഞ് അവസാനിച്ചു. വയറുദ്ദുഹു മാമറ, ആ ഷാരിഹ് പറഞ്ഞ അതിനെ മുമ്പ് പറഞ്ഞത് റദ്ദ് ചെയ്യുന്നുണ്ട്. എന്താ മുമ്പ് പറഞ്ഞത്, അന്നഹുൽ മൻസൂസു ഒരു തവണയെ പറ്റൂ എന്നുള്ളത് നസ്സാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ. പിന്നെ വാഷാറ ഇലൈഹിൽ ഇമാമു, അത് മാത്രമാണ് നസ്സുള്ളത്, ഒരു തവണ പറ്റുന്നുള്ളത്. വാഷാറ ഇലൈഹിൽ ഇമാമു, ഇമാമുൽ ഹറമൈൻ അതിലേക്ക് ഇഷാറത്ത് ചെയ്തിട്ടുണ്ട്. വക്കാല ഇമാമുൽ ഹറമൈൻ പറഞ്ഞു ലം യുങ്കൽ ഫീലു അക്സറ മിമ്മറ, കണ്ടോ ഒന്നിലധികം തവണ എന്താണ് മടക്കുക എന്നുള്ളത് നക്കലി ചെയ്യപ്പെട്ടിട്ടില്ല. വഅ്തമദഹു ആഖറൂന, അപ്പറഞ്ഞതിനെ ഇമാമുൽ ഹറമൈനെ അല്ലാത്തവരും എഴുത്തിമാദ് ചെയ്തിട്ടുണ്ട്. ഗൈറു ദൈനിക്ക, പിന്നെ ആഖറൂന ഇമാമുൽ ഹറമൈനി എന്നല്ല, ഗൈറു ദൈനിക്ക ഇമാം അദ്റഇയും സർക്കശിയും അല്ലാത്ത വേറെ പലരും എഴുത്തിമാദ് ചെയ്തിട്ടുണ്ട്. ആ ഷാരി പറയും പോലെ അല്ല. ഫബത്തല മാ ദക്കറഹു,
അപ്പോൾ അവർ പറഞ്ഞത് എന്താണ് ബാത്തിലായി. വഹീനയിദിൻ അങ്ങനെ ആവുമ്പോൾ യന്തഫിഉ ബഹ്സു ഇത് മുഅ്തമദ് ഹീനയിദിൻ എന്ന് പറഞ്ഞാൽ മുഅ്തമദ് ഒരു തവണ മടക്കുക എന്നതാണ് സുന്നത്ത് എന്ന് പറയുമ്പോൾ യന്തഫിഉ ഇല്ലാതെയാകും, എന്താണ് തടയപ്പെടും. ബഹ്സു അന്നഹ ഇന്നമാ തുസന്നു, ഒരു ബഹ്സ് അന്നഹ ഈ ആദത്ത് ഇന്നമാ തുസന്നു അത് സുന്നത്താക്കപ്പെടും. ഇതാ ഹദറ ഫി സാനിയത്തി രണ്ടാമത്തതിൽ ഹാളിർ ഉണ്ടെങ്കിൽ, രണ്ടാമത്തെ നിസ്കാരം ഉണ്ടല്ലോ അതിൽ ഹാളിർ ഉണ്ടായാലാണ് മടക്കൽ സുന്നത്തുള്ളത്. മല്ലം യഹ്ലുറു ഫിൽ ഊല ഒന്നാമത്തെ നിസ്കാരത്തിന്റെ സമയത്ത് ആ സ്ഥലത്ത് ഹാളിർ ഇല്ലാത്ത ഒരാൾ വേണം. ഒന്നാമത്തതിൽ ഹാളിർ ഇല്ലാത്തത് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഒന്നാമത്തെ നിസ്കാരം ജമാഅത്തായിട്ടാണ് അല്ലെങ്കിൽ മുൻഫരിദായിട്ടാണ്, രണ്ടാണെങ്കിലും അത് സമ്മതിക്കുന്ന ആളാണ് ഈ പറയുന്നത്. അപ്പോ ഒന്നാമത്തേൽ മുൻഫരിദാവുമ്പോൾ അവിടെ ഇല്ലാത്ത ഒരാൾ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ രണ്ടാൾക്കാർ ഒറ്റക്കൊറ്റക്ക് നിസ്കരിച്ച്, അപ്പോൾ ഒന്നാമത്തെ നിസ്കാരത്തിന് ഹാളിർ ഉണ്ടല്ലോ, എന്നിട്ട് എന്ത് ചെയ്യുക, ഇവർ രണ്ടാളും മാത്രം മടക്കുക, ഇത് പറ്റൂല, മൂന്നാമതൊരാൾ വേണം എന്നാണ്. അപ്പം ഹലറ എന്ന് പറഞ്ഞാൽ ജമാഅത്തായി നിസ്കരിക്കാന്ന് അതിനർത്ഥമല്ല, അതിനുശേഷം പറയുന്നതെന്ന് മനസ്സിലാവും. ഇന്നമാ തുസന്നു ഇതാ ഹലറ ഫി സാനിയത്തി മല്ലം യഹ്ലുറു ഫിൽ ഊല. പിന്നെ അങ്ങനെ എന്താണ് ഷെർവാനി പറഞ്ഞിട്ടുണ്ട്, ഫി സലാത്തിൽ ഊല ജമാഅത്തൻ ഔ ഇൻഫിറാദൻ അഖദം മിമ്മയത്തി ഫി റദ്ദി കലാമി ഷെയ്ഖുൽ ഇസ്ലാം. ഓ മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഞാനതവിടെ എന്താണ് കുറച്ച് ആലോചിച്ചിട്ട് അങ്ങനെ മനസ്സിലാക്കി. ഷെർവാനി പറഞ്ഞത് ഇപ്പോഴാണ് കണ്ടത്, അപ്പോൾ മനസ്സിലായല്ല, അൽഹംദുലില്ലാഹ്. പിന്നെ ഇല്ല അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ആദ്യത്തേന് ഹാളിർ ഇല്ലാത്ത ഒരാൾ അല്ല, അതെ ഹാളിർ ഇല്ലെങ്കിൽ രണ്ടാമത്തേൽ ഹാളിർ ഇല്ല, ആദ്യത്തെ ഒരു മാത്രമേ ഉള്ളൂ. എന്നാൽ ലസിമ ഇസ്തിഗ്റാഖുൽ വക്തി എല്ലാ സമയവും എന്ത് ചെയ്യേണ്ടി വരും, മത്ലൂബാണെന്ന് വരൂലേ. അങ്ങനെ മുമ്പും ചില വിഷയങ്ങൾ പറഞ്ഞിരുന്നു. എല്ലാ സമയവും മടക്കൽ സുന്നത്താന്ന് വരൂലേ, ഒന്നിലധികം തവണ മടക്കാമെന്നും എന്ത് ചെയ്യുക, ഇതും കൂടി പറഞ്ഞാൽ ഇല്ല എന്ന് പറഞ്ഞാൽ അതാ, ഇതും കൂടി പറഞ്ഞാൽ പിന്നെ എപ്പോഴും മടക്കൽ തന്നെ മത്ലൂബാന്ന് വരും. അപ്പോൾ വജുഹുൻ ദിഫാഇഹി, അപ്പം എന്തഫ്യൂ എന്ന് പറഞ്ഞ ഇന്തിഫായിൻ്റെ ന്യായം എന്താ, അന്നഹുൽ ഇസ്തിഗ്റാക്കില്ല. കാരണം എന്താ, ഇത് ലാ തുന്തബുൽ ഇആദത്തു ഇല്ലാ മറത്തൻ, കണ്ടോ മടക്കൽ ഒറ്റ തവണയുള്ളൂ. ഇല്ല അല്ല, ഒന്നിലധികം തവണ മടക്കിയാൽ ലം തന്നഖിദ് നിസ്കാരം മുന്നഖിദല്ല. അതാ നേരത്തെ പറഞ്ഞേ, മത്ലൂബില്ലെങ്കിൽ മുന്നഖിദല്ല. അതിനൊരു ഉദാഹരണം ഇത്. കല്ലി ആദത്തി മുൻഫരിദൻ ഒറ്റക്ക് മടക്കും പോലെ, ആദ്യത്തെ ഒറ്റക്കോ ജമാഅത്തായിട്ടോ നിസ്കരിച്ചു, രണ്ടാമത് നിസ്കരിക്കുന്നത് ഒറ്റക്കാണെങ്കിൽ അത് മത്ലൂബില്ലാത്തത് കൊണ്ട് അതും മുന്നഖിദല്ല. തക്ബീറത്തുൽ ഇഹ്റാമിനോട് എന്താണ് ചേർന്നുകൊണ്ട് മുബത്തിൽ വരുമ്പോഴാണല്ലോ മുന്നഖിദല്ല എന്ന് പറയുക. തക്ബീറത്തുൽ ഇഹ്റാമിനോട് ചേർന്ന് കൊണ്ടിട്ട് എന്തില്ല, അതിൻ്റെ ഒപ്പം ഒരു മുബത്തിലില്ല, അത് കഴിഞ്ഞിട്ടാണ് മുബത്തിൽ വരുന്നതെങ്കിൽ അപ്പം സഹിയായില്ല ബാത്തിലായി എന്ന് പറയും. അപ്പം ഇത് അപ്പം തന്നെ ഉള്ളത് കൊണ്ട് മുന്നഖിദല്ല. അതായത് നേരത്തെ പറഞ്ഞ മത്ലൂബ് അല്ലാത്ത നിസ്കാരം മുന്നഖിദല്ല, അങ്ങനെയാണ് ഖായിദ. അതിന് ഇസ്തിന ഇതുണ്ടാവും, അതാണ് വഖാന ഫിലൻ എന്ന് പറയുന്നത്. പിന്നെ അപ്പം അതും ഇതും കൂടെ കൂട്ടിയാൽ സുന്നത്ത് എന്ന് പറഞ്ഞാൽ മത്ലൂബ് തലബൻ ഗൈറ ജാസിമിൻ എന്നല്ലേ ജമ്മിൽ ഉസൂലിൻ്റെ കിതാബിലൊക്കെ താരീഫ് പറഞ്ഞത്. അപ്പോൾ തലബുൻ എന്താണ്, തലബു ആണോ എന്നാലേ സുന്നത്താവുള്ളൂ. പിന്നെ കല്ലി ആദത്തി മുൻഫരിദൻ ഐ ഇല്ലാലി എഴുതിരിൻ, മടക്കി നിസ്കരിക്കുക, ഒറ്റക്ക് മടക്കി നിസ്കരിക്കുക എഴുതിറുണ്ടെങ്കിൽ. എഴുതിറേതാ, മുത്തലക്കായിട്ട് മടക്കി നിസ്കരിക്കൽ സുന്നത്തില്ല എന്നല്ല, എഴുതിറുണ്ടെ മടക്കാം, അല്ലെങ്കിലാണ് മുന്നക്കിതല്ല എന്ന് പറഞ്ഞത്. ഏതുപോലെ കാം വാക്ക ഖിലാഫും ഫി സിഹത്തുൽ ഊല, ഒന്നാമത്തെ നിസ്കാരം സഹിയാണോ എന്നതിൽ ഖിലാഫുള്ള രീതിയിലാണ് ഇപ്പം നിസ്കരിച്ചത്. ഫിമാ യദ്ഹറു, അപ്പം മടക്കി നിസ്കരിക്കുക. ഉദാഹരണത്തിന് എന്താണ്, ഇവന് പിന്നെ ഒളു എടുത്തപ്പോൾ തലൻ്റെ വയല് മാത്രമേ തടയുള്ളൂ. വയലെന്ന് പറഞ്ഞാൽ റുബു തടകിയിട്ടില്ല എന്നർത്ഥം. എന്നാൽ അല്ലെങ്കിൽ ഇപ്പം കുളിച്ചപ്പോൾ മലുമലത്ത് ഇസ്തിൻഷാക്കും വാജിബുണ്ടല്ലോ ഹനഫി മദ്ഹബ് അനുസരിച്ച് കുളി പൂർത്തിയാകണമെങ്കിൽ. അപ്പോൾ മലുമലത്ത് ഇസ്തിൻഷാക്കും ചെയ്തിട്ടില്ല, വലിയ കുളി ജനാബത്തിൻ്റെ കുളി കുളിച്ച് ചെയ്യുക, എന്നിട്ട് എന്താണ് നിസ്കരിച്ച്. ഇപ്പം പിന്നെ നിസ്കാരം ചെയ്യാവുമല്ലോ എന്നുള്ളതിൽ ഖിലാഫുണ്ട്. അപ്പം ഇനി എന്ത് ചെയ്യുക, മടക്കുക. അങ്ങനെ ആ കുളി പൂർത്തിയാക്കിയിട്ട് മലുമലത്ത് ഇസ്തിൻഷാക്കൊക്കെ ചെയ്തിട്ട് എന്ന പോലെ പിന്നെ
ഉളുവിൻ്റെ അവിടെ റുബു തടകിയിട്ട് നിസ്കരിക്കുക, അങ്ങനെ ഫിമായൽഹറു. ഇനി സുമ്മറായത്തു കലാമൽ ഖാളി, പിന്നെ ഞാൻ ഖാളി ഹുസൈൻ റഹിമഹുള്ളാന്റെ കലാമ് കണ്ടു, സരീഹം ഫീഹി, പറഞ്ഞതിൽ സരീഹായിട്ട്. വഹു എന്താണ്, ലൗ ദക്കറ മുഅദ്ദാത്തിൻ, ലൗ ദക്കറ ഫി വഹുവ, ആ കലാമ് ലൗ ദക്കറ ഫി മുഅദ്ദാത്തിൻ അന്ന അലൈഹി ഫായിത്തൻ അത്തമ്മ സുമ്മ സല്ലൽ ഫായിത്തത്ത, ഒരുത്തൻ ഓർമ്മ വന്നാൽ ദക്കറ ഫി മുഅദ്ദാത്തിൻ, അതാ ആയൊരു നിസ്കാരം ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരുത്തന് ഓർമ്മ വന്നു. എന്താ ഓർമ്മ വന്നേ? അന്ന അലൈഹി ഫായിത്തൻ, ഇവനൊരു നിസ്കാരം കളാ ഉണ്ടെന്ന് ഓർമ്മ വന്നു. അത്തമ്മ എന്നാൽ എന്താണ്, നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നത് പൂർത്തിയാക്കുക. സുമ്മ സല്ലൽ ഫായിത്തത്ത, പിന്നെന്ത് ചെയ്യുക, ആ ഓർമ്മ വന്ന കളാ ആയ നിസ്കാരം ഉണ്ടല്ലോ അത് പിന്നെ നിസ്കരിക്കുക. ഇങ്ങനെയാണ്. സുമ്മ ആദൽ ഹാലിറത്ത, പിന്നെ ആ ഹാലിറത്തായ നിസ്കാരം ഉണ്ടല്ലോ കളാ അല്ലാതെ ആദ്യം നിസ്കരിച്ച അത് മടക്കണം. മടക്കുക എന്ന് പറഞ്ഞാൽ നിർബന്ധമെന്നല്ല, സുന്നത്താണ്. എന്തിനാ അത്? ഖുറൂജം മിനൽ ഖിലാഫി, ഈ ഖിലാഫിനെ തൊട്ട് ഖാരിജാകാൻ. എന്ന് പറഞ്ഞാൽ ആ മുഅദ്ദായ നിസ്കാരം ഉണ്ടല്ലോ അത് ബാത്തിലാണെന്ന് അഭിപ്രായമുണ്ട്. കാരണം എന്താ, ഫായിത്തത്ത് ഉണ്ടാവുമ്പോൾ അതാ ആ നിസ്കാരം ശരിയാവില്ല. ഫായിത്തത്ത് വീട്ടിയെങ്കിലേ അതാ ശരിയാവുള്ളൂ. അത് ഈ മുഅദ്ദാത്ത ഈ ഹാലിറത്ത് കളാ ആകാത്ത സാഹചര്യത്തിൽ അങ്ങനെയാ. പിന്നെ അപ്പോൾ ഈ പറഞ്ഞുകൊണ്ട് എന്ത് വന്നു, പിന്നെ സുമ്മറായത്തു സരീഹം ഫീഹി എന്ന് പറഞ്ഞ ഏതിൽ, മുൻഫരിദിന് ഉദറുണ്ടായാൽ മടക്കാം എന്ന് പറഞ്ഞതിലാണ് എന്താ ഖാളി ഹുസൈൻ റഹിമഹുള്ളാന്റെ കലാം. സുമ്മ ആദൽ ഹാദിറ ഖുറൂജ മിൻ വകാന ശൈഖന ഇതമദ ഹാദൽ ബഹ്സ, ഷെയ്ഖ് സക്കരിയ അൽ അൻസാരി റഹിമഹുള്ള അവർ ഈ ബഹ്സിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത്തിമാദ് ചെയ്ത പോലെ ഉണ്ട്. ഏത് ബഹ്സ്? എന്താ ബഹ്സു അന്നഹ ഇന്നമാ തുസന്നു ഇദാ ഹളറ ഫി സാനിയത്തി മല്ലം യഹ്ലുർ ഫിൽ ഊല എന്ന് പറഞ്ഞ ബഹ്സ് ഉണ്ടല്ലോ, ആ ബഹ്സിനെ ഇത്തിമാദ് ചെയ്തിട്ട് ചെയ്ത പോലെ ഉണ്ട്. എന്താണ്? ഹൈസു കാല, ഷെയ്ഖുന പറഞ്ഞതുകൊണ്ടാണ് ഞാനങ്ങനെ പറയുന്നത്. പറഞ്ഞതിനാൽ ഫീമൻ സല്ലയ ഫരീലത്തൻ മുൻഫരിദൈനി, രണ്ടാൾക്കാർ അവരെക്കുറിച്ചാണ് ഷെയ്ഖുന പറഞ്ഞത്. എന്താണ്? അവർ രണ്ടാളും സല്ലയ ഫരീലത്തൻ, ഒരു ഫർള് നിസ്കാരം നിസ്കരിച്ചു. എങ്ങനെ? മുൻഫരിദൈനി, ഒറ്റക്കൊറ്റക്ക് നിസ്കരിച്ചു. അവരെക്കുറിച്ച് എന്താ പറഞ്ഞത്? അല്ലാഹിറു, അവരെക്കുറിച്ച് ഷെയ്ഖുന പറഞ്ഞ ഹൈസു കാല അല്ലാഹിറൂന്ന, കാലിന്റെ മക്കൂൽ ഇതാണ്. മറ്റത് ഫീമൻ സല്ലയ ഫരീലത്തൻ മുൻഫരിദൈനി എന്ന് പറഞ്ഞത് അതാ മസ്സല ഫർള് ചെയ്ത രൂപ. അല്ലാഹിറു അന്നഹു ലാ യുസന്നു ലി അഹദിഹിമൽ ഇഖ്തിദാഉ ബിൽ ആഖിരി ഫീ ഇആദത്തിഹിമാ, കാരണം ഇവർ രണ്ടാളിൽ നിന്ന് ഒരാളിന് സുന്നത്തില്ല, മറ്റേയാളെ തുടരിൽ സുന്നത്തില്ല, ഫീ ഇആദത്തിഹ, ആ നിസ്കാരം മടക്കുന്നതിൽ. എന്ന് പറഞ്ഞാൽ ഫലാ തുസന്നു ലി ഇആദത്തു, അവർക്ക് മടക്കൽ സുന്നത്തില്ല എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. കാരണം എന്താ, ഇവർ രണ്ടാളും അവിടെ തന്നെ ഉള്ളവരാണല്ലോ. ഇതിനെ മനസ്സിലാക്കിയത് പറഞ്ഞ ഒന്നാമത്തതിൽ ഹാലിർ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ സ്ഥലത്ത് ഹാലിർ ഉണ്ടാകുക എന്നാ, ജമാഅത്തായി നിസ്കരിക്കുക എന്നല്ല. ഫലാത്തു സന്നുല്ലി ആദത്തു വൈൻ ഷമിലഹു കലാമു, പിന്നെ ഈ പറഞ്ഞ അവർക്കും സുന്നത്തുണ്ട് എന്ന് ആരുടെ കലാം ഉൾക്കൊള്ളിക്കുന്നുണ്ട്? അൽ മിൻഹാജി വഗൈരിഹി, മിൻഹാജിന്റെയും വൈറിന്റെയും കൗല് എന്ത് ഉൾക്കൊള്ളിക്കുന്നുണ്ട്? ഈ രീതിയിൽ നിസ്കരിച്ചവർക്കും ഈ ആദത്ത് സുന്നത്തുണ്ട്. അപ്പോൾ മൻസല്ലയ എന്ന് പറഞ്ഞ മന്നിലേക്കാണ് ഈ ഷമിലഹു എന്ന് പറഞ്ഞത്. ആ മന്ന് തസ്നിയാണ് ഉദ്ദേശം, പക്ഷേ ലഫ്ലുകൾ നോക്കുമ്പോൾ മന്നാണല്ലോ, അതുകൊണ്ടാണ് മുഫ്രദാക്കിയത്. അവർക്കും സുന്നത്തുണ്ട്. ലി ഖൗലിഹിം ഇന്നമാ തുസന്നു ലി ആദത്തു ലി ഗൈരി മൻ അൽ ഇൻഫിറാദു ലഹു അഫ്ളലു. പിന്നെ അപ്പോൾ മിന്നാജിന്റെയും എന്താണ് ഗൈറിന്റെയും കലാമ് ഉൾക്കൊള്ളിക്കുന്നു എന്ന് പറഞ്ഞത് ലി ഖൗലിഹിം, അസ്ഹാബ് പറഞ്ഞതുകൊണ്ടാണ് എന്ത്, ആ ബഹ്സ് ഇഅ്തിമാദ് ചെയ്തതാണ് എന്ന് എന്താണ് ലി ഖൗലിഹിം എന്ന് പറഞ്ഞാൽ എന്തിനും ഇല്ലത്താ?
ഇന്നമാ തുസന്നുൽ ഇആദത്തു മടക്കൽ സുന്നത്താകുന്നത് എപ്പോഴാ ലി ഗൈരിമൻ ഒരാളല്ലാത്ത ആളിനാ അൽ ഇൻഫിറാദു ലഹു അയാൾക്ക് ഒറ്റക്ക് നിസ്കരിക്കലാണ് അഫ്ളലു നിസ്കാര അഫ്ളല് അല്ലാത്തവർക്കാണ് മടക്കൽ സുന്നത്ത് എന്ന് പറഞ്ഞു. എന്ന കൗലിന് വേണ്ടിയാണ് എന്തിന് ഫീമൻ സല്ലയ അപ്പോ രണ്ടാമത്തെ ജമാഅത്തിന്റെ ഇമാമ് പിന്നെ മറ്റു മദ്ഹബുകാരനാണ്, അല്ലെങ്കിൽ മുബ്തദിയോ ഫാസിക്കോ ഒക്കെ ആണ്, എന്നാൽ ഇആദത്ത് സുന്നത്തില്ലാന്ന് വരും അല്ലേ? അപ്പൊ എന്ന് അവർ പറഞ്ഞതുകൊണ്ടാണ് എന്തെന്നാ ശരിയാവുന്നില്ലല്ലോ. മിൻഹാജിന്റെയും വയറിന്റെയും കൗല് ഉൾക്കൊള്ളിക്കുന്നു എന്നുള്ളതിന് ഇല്ലത്തായിരിക്കും. പിന്നെ അപ്പൊ ഈ പറഞ്ഞതനുസരിച്ച് എന്താണ്, ഒന്നാമത്തേന് ഹാലിർ വേണമെന്നില്ല എന്നായല്ലോ. ഇന്നമാ തുസന്നുൽ ഇആദത്തു ലി ഗൈരിമൻ അൽ ഇൻഫിറാദു ലഹു അഫ്ളൽ. അങ്ങനത്തെ എല്ലാവർക്കും എന്താണ് ഇആദത്ത് സുന്നത്തുണ്ട് എന്ന് വന്നല്ലോ. അപ്പോ ഈ ഒന്നാമത്തേന് ഹാലിർ ഇല്ലാത്ത വേറൊരാളെ ഹാലിർ ഉണ്ടാകണം എന്ന് എന്താണ് പറയാൻ കഴിയൂല. എന്നാ ഷെമിലഹു എന്ന് അതിനില്ലത്തായിരിക്കും. പിന്നെ ഉൾക്കൊള്ളിക്കുന്നതിന് ഇനി വബിമാ ഖറർതുഹു യുലമു അന്ന ഖൗലഹു ലി ഖൗലിഹിം ഇലാ ആഖിരിഹി ഫീഹി നദറുൻ ലാഹിറുൻ. അതല്ല ലി ഖൗലിഹിം എന്ന് പറഞ്ഞാൽ ഷമിലഹു എന്നുള്ളതിനല്ല. പിന്നെ അല്ലാഹിറു അന്നഹു ലാ യുസന്നു ലി അഹദിഹിം അൽ ഇഖ്തിദാഉ ബിൽ ആഖരി ഫി ഇആദത്തിഹ ഫലാ തുസന്നുൽ ഇആദത്തു ലി ഖൗലിഹിം എന്നാണ്. ഫലാ തുസന്നുൽ ഇആദത്തു എന്ന് സക്കരിയ അൻസാരി റഹിമഹുല്ലാ പറഞ്ഞല്ലോ. അതിന് എന്താണ് പറയാണ് ലി ഖൗലിഹിം ഇന്ദഹ. ഇവിടം വരെ എന്താണ് സക്കരിയ അൻസാരി റഹിമഹുല്ലാ പറഞ്ഞതാണല്ലോ. അഫ്ളലു ഇന്ദഹ ഇവിടാണല്ലോ തീരുന്നത്. അതെ അതെ. അപ്പം അതിനാണ് പിന്നെ എന്നിട്ട് പിന്നെ വബിമാ ഖറർതുഹു ഞാനിപ്പോൾ തഖരീറാക്കി, അതായത് പിന്നെ തഖരീറാക്കിയത് എന്ന് പറഞ്ഞാൽ ആ ബഹ്സ് എന്താണ് മുന്തഫിയാണെന്ന് പറഞ്ഞല്ലോ. ഈ പറഞ്ഞ ബഹ്സ് ശരിയാവൂല എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ആ ബഹ്സ് ശരിയാവൂല എന്നുണ്ടെങ്കിൽ അതിനെ ഏറ്റുമാത് ചെയ്ത സക്കരിയ അൻസാരി റഹിമഹുല്ലാ പറഞ്ഞാൽ അതും ശരിയാവൂല. അതാ ഈ ഞാൻ പറഞ്ഞതുകൊണ്ട് എന്താണ് അറിയപ്പെട്ടു അന്ന ഖൗലഹു സക്കരിയ അൻസാരി റഹിമഹുല്ലാന്റെ കൗല് അതാണ് അന്ന ഖൗലഹു ലി ഖൗലിഹിം, അതായത് ലി ഖൗലിഹിം ഇന്നമാ തുസന്നുൽ ഇആദത്തു ലിമൻ ലി ഗൈരിമൻ അൽ ഇൻഫിറാദു ലഹു അഫ്ളലു എന്ന് പറഞ്ഞ കൗല് ഫീഹി നദറുൻ ലാഹിറുൻ. അതായത് ഇതിനെ അപ്പറഞ്ഞതിന് ഇല്ലത്താക്കിയല്ല, അത് ശരിയാവൂല. അതാ ഫീഹി നദറുൻ ലാഹിറുൻ. കാരണം അന്ന ഖൗലഹുമുൽ മദ്കൂർ അവരുടെ ഇപ്പറഞ്ഞ വാക്ക് ഇന്നമാ തുസന്നുൽ ഇആദത്തു എന്നിങ്ങോട്ട് പറയുന്ന വാക്ക് ലാ ഷാഹിദ ഫീഹി ലിമാ ദക്കറഹു, അതിൽ തെളിവില്ല. സക്കരിയ അൻസാരി റഹിമഹുല്ലാ പറഞ്ഞതിന് തെളിവില്ല, അസ്ലൻ തീരെ അതിൽ തെളിവില്ല.
അതങ്ങനെ തന്നെ, അത് രണ്ടും രണ്ട് വിഷയമാണല്ലോ. അല്ലെ, ഈ പറഞ്ഞതുകൊണ്ട് എന്താ വരിക, മൂത്തതിയോ അല്ലെങ്കിൽ എന്താണ് മദ്ഹബ് മാറിയ ആളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മടക്കൽ സുന്നത്തില്ല എന്നേ വരുള്ളൂ. അല്ലാതെ ഒന്നാമത്തേന് ഹാദിറില്ലാത്ത ആൾ ഉണ്ടായെങ്കിലേ മടക്കൽ സുന്നത്തുള്ളൂ എന്ന് ഇതിൽ നിന്ന് കിട്ടൂലല്ലോ. അതാ അസലൻ. കാരണം എന്താ, ലിമൻ ഈ അന്നൽ ഇൻഫിറാദ ഹുന അഫ്ലലു, കാരണം ഇവിടെ ഇൻഫിറാദ് അഫ്ലലാണ് എന്നുള്ളത് സമ്മതിക്കൂല നമ്മള്. രണ്ടാളും എന്താണ് ഉണ്ടായിരുന്നു, പക്ഷെ എന്താണ് ആ രണ്ടാളും ഒറ്റക്കൊറ്റക്ക് നിസ്കരിച്ച, എന്നിട്ട് ഇനി എന്താണ് അതിലൊരാൾ മറ്റൊരാളിനെ തുടർന്ന് നിസ്കരിച്ച് ജമായത്തായി മടക്കുക എന്നുള്ളത് അഫ്ലലല്ല, അവിടെ ഇൻഫിറാദ് അഫ്ലലാണ് എന്നാണല്ലോ ഇപ്പോൾ സക്കരിയ അൻസാരി റഹിമഹുല്ല അതിൽ നിന്ന് പിടിച്ചെടുത്തത്. പക്ഷേ ആ ഇൻഫിറാദ് അഫ്ലൽ എന്ന് പറഞ്ഞത് നമ്മൾ സമ്മതിക്കൂല. അതുകൊണ്ട് പറഞ്ഞതിൽ തീരെ തെളിവില്ല. ബലിൽ അഫ്ലലു അല്ലിഖ്തിദാഉ, പിന്നെന്താണ് അഫ്ലല്, ഇവർക്ക് ഈ രണ്ടാളൊറ്റക്ക് നിസ്കരിച്ച് എന്നിട്ട് അവർ തന്നെ എന്താണ് പിന്നെ ജമാഅത്തായി നിസ്കരിക്കാൻ പോവാണ്. അതെ, അല്ലിഖ്തിദാഉ തുടരലാണ് അഫ്ലല്. ഹൈസുല മാനിയ, മറ്റ് തടസ്സങ്ങളില്ലെങ്കിൽ, മറ്റ് തടസ്സം എന്താ, ഈ രണ്ടിലൊരാൾ മുത്തതിയാകുക, അല്ലെ രണ്ടിലൊരാൾ മദ്ഹബ് വേറെ ആളാകുക, ഇങ്ങനത്തെ തടസ്സങ്ങളില്ലെങ്കിൽ ഇഖ്തിദാഉ അഫ്ലലാണ്. വൈന്നമാ ഷാഹിദുഹു, അപ്പോ ഷാഹിദുഹു എന്ന് പറഞ്ഞാൽ സക്കരിയ അൻസാരി റഹിമഹുല്ല പറഞ്ഞതിന്റെ ഷാഹിദാകുന്നത് ആലിക്കൽ ബഹ്സു, ആ ബഹ്സ് മാത്ര. ലാക്കിൻ മാ ഖത്വൻ നദിരി അനൽ മുനാസമത്തില്ലത്തി ദക്കറഹ, അത് ഷാഹിദാകുന്നത് എന്തോടുകൂടെ, മാ ഖത്വൻ നദിരി, പിന്നെ നദർ ഖത്വ ചെയ്യണം, അനിൽ മുലാസമത്തില്ലത്തി ദക്കറഹ, ബാഹിസ് പറഞ്ഞ മുലാസമത്തുണ്ടല്ലോ, ആ മുലാസമത്ത് അതിനെ ഒഴിവാക്കിയാൽ എന്ത് ചെയ്യും, ലസിമ ഇസ്തിഗ്റാഖുൽ വക്തി എന്ന് പറഞ്ഞ മുലാസമത്തുണ്ടല്ലോ, അതൊഴിവാക്കുക. അതൊഴിവാക്കിയിട്ട് ലസ്തിഗ്റാഖാന്ന് പറഞ്ഞല്ലോ, അതൊഴിവാക്കിയിട്ട് ബാക്കി അതിന് മുമ്പ് പറഞ്ഞത് എന്താണ്, ഈ പറഞ്ഞതിന് തെയ്യതായി പറയാം, അത് ശരിയാവൂല, ഈ പറഞ്ഞ ഷാഹിദ് പറഞ്ഞത് ശരിയാവില്ല. അതായത് ലി ഖൗലിഹിം ഇന്നമാ തുസന്നു എന്ന് സക്കരിയ അൻസാരി റഹിമഹുല്ലാഹ് പറഞ്ഞത് ശരിയായിട്ടില്ല. ഇനി എന്താണ്, വേറൊരു ബഹ്സുണ്ട്. അതായത് ഇമാമത്ത് നിയ്യത്ത് ചെയ്യൽ ഷർത്താണ് ഇങ്ങനെ മടക്കുമ്പോ. ചിലർ പറഞ്ഞ് എല്ലാ സ്ഥലത്തും, ചിലർ പറഞ്ഞ് സുബഹിയിലും അസറിലും എന്ന് പറഞ്ഞിട്ട് അതാ ഞാൻ പറയുന്നത്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.